ഈവനിങ് മക്കളെ, ഗുഡ് ഈവനിങ്. ഇവിടെ നോക്കടാ, ഞാൻ വന്നടാ. യെസ്, ഞാൻ വന്നു കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ നോക്കിയിരിക്കല്ലേ. ഗുഡ് ഈവനിങ് മക്കളെ, ഗുഡ് ഈവനിങ്. യെസ്, എന്നെ കാണുന്നില്ലേ? യെസ്, എന്നെ കേൾക്കുന്നില്ലേ? യെസ്. സോ എന്താണ്, യെസ്, കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ എന്റെ 5ാം ക്ലാസ്സിലെ മക്കളുടെ അടുത്ത് വരുന്നത്. കുറെ നാളായില്ലേ എക്സാമിന്. എക്സാമിനും ഇല്ല. എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഫസ്റ്റ് ക്ലാസ്സില് ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒരെണ്ണം. ഫസ്റ്റ് ടേമിലാണെന്നല്ലേ ഞാൻ എടുത്തു. പിന്നെ ഒരെണ്ണം എടുത്തു, ഒറ്റ ചാപ്റ്ററിന് വേണ്ടി ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, ജസ്റ്റ്. യെസ്, വേറെ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. യെസ് യെസ്. അപ്പൊ എല്ലാവർക്കും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. സീ യു ബാക്ക് എന്ന് പറഞ്ഞ് നമുക്ക് വേഗം പ്രെയർ ചെയ്യാം. ഇനി ആകെ 3 ചാപ്റ്ററെ പഠിക്കാനുള്ളൂ. 3 ചാപ്റ്ററിൽ ആരെ എടുക്കാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ എന്തായാലും വെക്കേഷൻ കഴിഞ്ഞിട്ട് ഞാൻ അർജുൻ എം എസ് സാറിന്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 5ാം ക്ലാസ് എനിക്ക് വേണം, എനിക്ക് തരണം, ഞാൻ അങ്ങ് എടുക്കുവാന്നാ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കയറിയതാണ്. കുറെ നാളായില്ലേ എന്റെ മക്കളെ ഞാൻ കണ്ടിട്ട്. അപ്പൊ അർജുൻ എം എസ് സാറിന്റെ അടുത്ത് ഞാൻ ചോദിച്ച് പിടിച്ച് തല്ലുപിടിച്ച് മേടിച്ച സാധനമാണ് നമ്മുടെ നിങ്ങളെ. അതുകൊണ്ട് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കുഞ്ഞു ചാപ്റ്റർ ആണ്. കുഞ്ഞു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുറെ അധികം പഠിക്കാനുള്ള ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്. സോ ചാപ്റ്ററിന്റെ ഇതില്, ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. യെസ് യെസ്. എന്താണ്? സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയും, ഊർജ സ്രോതസ്സുകൾ എന്ന് പറയും. ഓക്കെ. സോ നല്ല ഭംഗിയുള്ള പിക്ചറൊക്കെയാണ് കേട്ടോ, പക്ഷെ ഭാഗ്യമില്ല. നല്ല ഭംഗിയുള്ള പിക്ചറാണ് ഇതൊക്കെ. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനം ഇങ്ങനെ ആവുമ്പോ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഊർജ സ്രോതസ്സുകൾ എന്ന് പറയും. കാരണം നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലേ കണ്ടിട്ട്. അതെ, ഫോട്ടോ മാത്രം കാണിച്ചു തരാം കേട്ടോ നമുക്ക്. ഫോട്ടോ, യെസ്, ഫോട്ടോ മാത്രം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതൊന്നും കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല, എന്തോ ഒരു സംഗതി. യെസ്, ഞാൻ ഫോട്ടോ മാത്രം കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിക്കാം ഫോട്ടോ എന്നിട്ടോ. വോയിസ് ഓവർ മാത്രം ഞാൻ ചോദിക്കാം, എന്നിട്ട് നിങ്ങൾ ഉത്തരം പറയണേ. യെസ് യെസ്. ഇതാണ് ഫോട്ടോ. ഇതെന്തേലും കണ്ടിട്ട് മക്കൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടാ? എന്ത് തോന്നാൻ? ഇതെന്തേലും കണ്ടിട്ട് തോന്നുന്നുണ്ടാ? എന്നാ തോന്നുന്ന ആളെ പിടിച്ച് വിവരിക്കാം നമുക്ക്. വിവരണം. യെസ്. എന്താണ് പിക്ചറിലുള്ളത്? എന്താണ് പിക്ചർ കണ്ടിട്ട് അങ്ങോട്ട് വിവരിക്ക്. ദേവാങ്കേ ഷോ പോയി സ്റ്റക്കായി. ഇല്ല, ശരി, വാ പറ. ദേവാങ്കന്റെ റേഞ്ച് കുറവാ. ദേവാങ്കേ പറ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പറ, എന്താണ് പിക്ചർ കണ്ടിട്ട്? ഹലോ പറയടാ, കേൾക്കുന്നുണ്ട്. സോറി, റേഞ്ച് ഇഷ്യൂ ഉണ്ട് കേട്ടോ മോനെ. ദേവാങ്ക്, റേഞ്ച് ഇഷ്യൂ ഉണ്ട് കേട്ടോ, റേഞ്ച് ഇഷ്യൂ ഉണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോളൂ. യെസ്, അടുത്ത ആള് സാറേ. റയാൻ എന്ന് പറഞ്ഞേ, എന്താണ് ഈ പിക്ചർ കണ്ട് തോന്നുന്നേ റയാനെ? എന്തോ? അഗ്നിപർവ്വതമുണ്ട്. ഓക്കെ, അഗ്നിപർവ്വതമുണ്ട്. പിന്നെന്തുണ്ട്? ഇതെന്താ? ഈ സയന്റിസ്റ്റോ? ഓക്കെ, ഒരു മിനിറ്റ്. ഒറ്റ ഇതില് ഭാഗ്യം ചൂണ്ടിക്കാണിക്കുന്ന ഗസ് അടിച്ചാലും പറഞ്ഞു. സോളാർ ഉണ്ട്, ഒരു അഗ്നിപർവ്വതം ഉണ്ട്, പിന്നെ ഇവിടെ ഒരു നീല കളറിൽ മറ്റേ ഇടിമിന്നല് പോലത്തെ ഒരു സാധനം ഇല്ലേ? അതെന്താ സാധനം? ഇലക്ട്രിക്കൽ, അങ്ങനെ പറഞ്ഞു, ഇലക്ട്രിക് ആണ്. ഓക്കെ, അപ്പൊ ഇത് മൂന്നും, ഇതെന്താ? സോളാർ ആണെന്ന് അറിയാം. ഇവിടെ ഒരു അഗ്നിപർവ്വതം ഉണ്ട്, ഇതൊരു ഇലക്ട്രിക് ഉണ്ട്. ഇത് മൂന്നും എന്താ സത്യം പറഞ്ഞു കഴിഞ്ഞാല്? എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല്? എനർജി. വെരി ഗുഡ്. വേണ്ട, ഞാൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും പെട്ടെന്ന് ഉത്തരം ഒന്നും തരരുത്, കുറച്ചൊക്കെ ലേഖായിട്ട് വേണം ഉത്തരം തരാനായിട്ട്. അല്ലെങ്കിലേ വേഗം ഓടിപ്പോവും. ഓക്കെ, എന്താണ്? എനർജിയാണ്. അപ്പൊ എന്താണ് എനർജി എന്ന് പറഞ്ഞാൽ? ഊർജമാണ്. ഊർജത്തിന്റെ പല രൂപങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഊർജത്തിന്റെ പല രൂപങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോ ഊർജത്തിലേക്ക് നോക്കാം. യെസ്, ഈ അഗ്നിപർവ്വതം അല്ലെങ്കിൽ വോൾക്കാനോ, ഓക്കെ, വോൾക്കാനോ അല്ലെങ്കിൽ അഗ്നിപർവ്വതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെന്ത് ഊർജ നമുക്ക് തരുന്നത്? അതിന്റെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആര് പറഞ്ഞുതരും? ശ്രേയ, അഗ്നിപർവ്വതത്തിന്റെ അടുത്ത് പോയി നിന്ന് എന്ത് സംഭവിക്കും?
ചൂട്. യെസ്, ചൂട് കിട്ടും. ചൂട് എവിടെ വേറെ എവിടെ നിന്നൊക്കെ കിട്ടും? അയ്യോ, അതെന്താ പറയാ, ഞാൻ ചാറ്റിലിടണ്ട അപ്പൊ തന്നെ. പുതിയ ആളാ? പുതിയ വെക്കേഷൻ ചേർന്നാലേ? കൊറേ പുതിയ ആൾക്കാരുണ്ടല്ലേ. എല്ലാ പുതിയ ആൾക്കാർക്കും എന്നെ പുതുതായിട്ടല്ലേ കാണുന്നത്. യെസ്, അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു ബർത്ത്ഡേ വിഷ് കൊടുക്കാം. യെസ് യെസ്, ഹാപ്പി ബർത്ത്ഡേ ശ്രേയ, ഹാപ്പി ബർത്ത്ഡേ ആൻഡ് മെനി 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 ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ട്ടോ. ഓക്കെ, സോ ബർത്ത്ഡേ ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയോ? കിട്ടി. യെസ് യെസ്, ഞങ്ങൾക്ക് എപ്പോഴും ട്രീറ്റ് തരാം. വിഷ് കഴിഞ്ഞാൽ സാറ് ട്രീറ്റ് ചോദിക്കും. പർവ്വതത്തിന്റെ അടുത്ത് നിന്ന് ചൂട് കിട്ടും. വേറെ എവിടെ നിന്നൊക്കെ ചൂട് കിട്ടും? തീന്ന് ചൂട് കിട്ടും. തീ എവിടൊക്കെ ഉണ്ടാവും? അയ്യോ, തീ എവിടെയും ഉണ്ടാവില്ല സാർ. തീ എവിടൊക്കെ ഉണ്ടാവും? അഗ്നിപർവ്വതത്തില്. ആഹാ, ഇത് മറ്റേ സൈക്കിള് കംപ്ലീറ്റ് ആക്കാനായില്ല. അഗ്നിപർവ്വതത്തിൽ ചൂട് കിട്ടും. ചൂട് എവിടെ നിന്ന്? തീ എവിടെ ഉണ്ടാവും? അഗ്നിപർവ്വതത്തിലുണ്ടോ സാർ? സൈക്കിൾ ഫിനിഷ്ഡ്. ഇനി ചോദിക്കരുത്. ചോദ്യം ഇല്ല, ഉത്തരം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. യെസ്, തീ എവിടൊക്കെ ഉണ്ടാവും? നമ്മുടെ വീട്ടില് തീ ഉണ്ടാവോ? ഗ്യാസ് ഇന്ന് മാത്രമാണോ നമ്മൾ തീ എടുക്കാറ്? പിന്നെ തീപ്പെട്ടി കത്തിക്കുമ്പോ തീ ഉണ്ടാവും. യെസ്, ഗ്രേറ്റ്, നല്ല ഉത്തരങ്ങളാണ് പറഞ്ഞത്. ഇങ്ങനെ ചിന്തിക്കണം. സോ എന്താണ് തീ ഉണ്ടാവും, തീന്ന് ചൂടുണ്ടാവും. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം, എനർജി നിങ്ങൾ പറഞ്ഞല്ലോ, എനർജി എന്ന് പറഞ്ഞാൽ ഊർജം പറഞ്ഞല്ലോ. കുറച്ച് ഊർജങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ഇത്രയും ഊർജങ്ങളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഈ ഊർജങ്ങൾ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു എന്നർത്ഥം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഊർജം വേണമെന്നുണ്ടെങ്കിൽ ഊർജം എന്ന് വെച്ചാൽ എനർജി. ഓക്കെ, അപ്പൊ എനർജി വേണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം നമുക്ക് ചോദിക്കാം. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, യെസ്, എനർജി വേണം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നോക്ക്, എ എന്ന കുട്ടിയുണ്ട്, ബി എന്ന അടുത്ത കുട്ടിയുണ്ട് കേട്ടോ. എല്ലാവരും കമന്റ് ഒക്കെ ചെയ്യാൻ റെഡി ആയിരുന്നു കേട്ടോ. എ എന്ന കുട്ടിയുണ്ട്, ബി എന്ന കുട്ടിയുണ്ട്. ഓക്കെ, ഈ കുട്ടി എന്താണ് ഞാനിവിടെ എഴുതുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ രാവിലത്തെ ഭക്ഷണം. രാവിലത്തെ ഭക്ഷണം. എ കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ബി എന്ന് പറഞ്ഞ കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ലഞ്ച് അറിയാല, ലഞ്ച് ബ്രേക്ക് കേട്ടിട്ടില്ലേ? യെസ്, എ എന്ന കുട്ടി ലഞ്ച് കഴിച്ചു, ബി എന്ന കുട്ടി ലഞ്ചും കഴിച്ചില്ല കേട്ടാ. യെസ്, എന്നിട്ട് എന്ത് ചെയ്തു? ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ 7ാമത്തെ പീരീഡ് ആയിരുന്നു PT പീരീഡ്. 7ാമത്തെ പീരീഡ് എന്ത് പീരീഡ് ആണ്? 7th പീരീഡ് ആണ് PT പീരീഡ്. യെസ്, PT പീരീഡ് സാർ എന്ത് ചെയ്തു? ഒരു 100 മീറ്റർ റേസ് വെച്ചു. യെസ്, അപ്പൊ എയും ബിയും ഓടാണെന്നുണ്ടെങ്കിൽ ആര് ജയിക്കും? ചോദ്യം വരുന്നതിന് മുമ്പ് ചോദ്യം കഴിയണ്ട. വേറെ ഒന്നുമില്ല. യെസ്, എന്നാ സാർ ആ എ പറഞ്ഞവരെ വിളിക്കി. എന്താണ് എ ജയിക്കാൻ കാരണം? ബി ജയിച്ചൂടെ? ബി ആണോ ഓട്ടക്കാരൻ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലോ? യെസ്, മിത്രവ്, എന്താണ് എ ജയിക്കാൻ കാരണം? ഞാൻ പറയും ബി എ ജയിക്കുള്ളൂ. കാരണം ബി എന്ത് ചെയ്താലും ബി ഭയങ്കര സ്പീഡാ. ഗുഡ് ഈവനിങ്. പറ. ബി ആണെങ്കിൽ ഒന്നും കഴിച്ചൂല. അയാളെല്ലാം കഴിച്ചു, നല്ല ആരോഗ്യമുണ്ട്. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും? ഊർജം കിട്ടും. കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവര് ചോദിക്കുന്ന ചോദ്യത്തിന് അപ്പാപ്പ ഉത്തരം തരും. മറ്റേതാണെന്നുണ്ടെങ്കിൽ ആലോചിക്കും ഭക്ഷണം കഴിക്കുമ്പോ എന്ത് കിട്ടും? എന്തോ കിട്ടും സാർ. ഇതങ്ങനല്ല, ഉത്തരം സ്പെസിഫിക് ആണ്. ഭക്ഷണം കഴിക്കുമ്പോ നമുക്ക് ഊർജം കിട്ടും. ഊർജം എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി എന്ന് പറയും. സോ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? എനർജി കിട്ടും. ഭക്ഷണം കഴിച്ച എനർജി കിട്ടും. ഈ എനർജിയാണ് നമ്മൾ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അതേപോലെ എന്താണ്? യെസ്, ഭക്ഷണം എന്ന് പറഞ്ഞത് നമ്മുടെ ഫ്യൂവലാണ്. ഭക്ഷണമാണ് നമ്മുടെ എന്ത്? ഫ്യൂവൽ എന്ന് പറയുന്നത്, അല്ലെ, ഇന്ധനം എന്ന് പറയുന്നത്. സോ എന്താണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്? ആ ഒരു ടോപ്പിക് ആണ് എന്ത്? യെസ്, ഇന്ധനം എന്ന് പറയും. ഇന്ധനങ്ങൾ എന്ന് പറയും. ഓക്കെ, ഇന്ധനങ്ങൾ എന്ന് പറയും. അപ്പൊ എന്താണ്? ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് നമ്മളെ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ,
ഇത് മുഖേനയാണ് നമുക്ക് എനർജി കിട്ടുന്നത്. നമുക്ക് നോക്കാം. ഫ്യൂവൽസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ജനറേറ്റ് ഹീറ്റ്. പഠിച്ചു വെക്കണം കേട്ടോ, പഠിച്ചു വെക്കണേ. ഫ്യൂവൽസ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് ജനറേറ്റ് ഹീറ്റ്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂവൽ എന്ന് പറഞ്ഞ ഒരു സാധനമാണ്, ഒരു വസ്തുവാണ്. ഈ വസ്തു എന്താണ്? അത് എന്തുണ്ടാവും? ചൂട് പ്രൊഡ്യൂസ് ചെയ്യും കത്തുമ്പോൾ. എന്താണ്? വെൻ ബേൺഡ്. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞത്. കത്തുമ്പോൾ ഈ സാധനം കത്തിക്കുമ്പോൾ ചൂടുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്യൂവൽ അഥവാ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് വുഡ് ഉണ്ട്, കെറോസിൻ, LPG. ആരെങ്കിലും LPG കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും LPG കണ്ടിട്ടുണ്ടോ? എവിടെ എവിടെ ചോദിക്കാം. മിഖേൽ, LPG എവിടെ കണ്ടിട്ടുള്ളത്? ആ, ഗ്യാസുറ്റ് അല്ലേ? യെസ്. അപ്പൊ സാറിന്റെ ചോദ്യം, LPGയില് ലിക്വിഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഗ്യാസ് ആയിട്ടാണ് ഇരിക്കുന്നത്? ആ, ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാ. ആർക്ക് എന്തോ പറയണ്ടല്ലോ പ്രതീക്ഷ എന്തോ പറയണ്ട. എന്റെ പൊന്നെ, മ്യൂട്ടാവില്ലെങ്കിലും പ്രതീക്ഷയ്ക്ക് വായലൊരു ഇതില്ല. പറഞ്ഞേ, ഇനി അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ സാധനം ഒന്ന് പറ. ആ, ഗുഡ് ഈവനിങ്. പോയാ അൺമ്യൂട്ട് ഓപ്ഷൻ വന്ന? ഞാൻ മറ്റേത് പറഞ്ഞാല് മ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഞാൻ വായ തുറന്ന് ഭയങ്കര പ്രശ്നാ. വിളിച്ചു കഴിഞ്ഞാ യെസ് സാർ. ആ സാർ പറഞ്ഞോളൂ സാർ. എന്താണ് പറയേ? പറ. ലിക്വിഡ് അല്ല, ഗ്യാസ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഗ്യാസ് ആണ്, ലിക്വിഡ് അല്ല. അത് ഗ്യാസ് തന്നെയല്ലേ? വേറെ ആർക്കെങ്കിലും എന്തേലും ഉണ്ടോ? LPGയുടെ അകത്ത് ലിക്വിഡ് ആയിട്ടാണോ ഇരിക്കുന്നത്, ഗ്യാസ് ആയിട്ടാണ്, ദ്രാവകമായിട്ടാണോ വാതകമായിട്ടാണോ ഇരിക്കുന്നത്? ലിക്വിഡ്. ആ, ലിക്വിഡ്. കേട്ടോ? LPG നമ്മുടെ ഗ്യാസും കുറ്റിയുടെ അടുത്തേ വെള്ളം പോലത്തെ സാധനം തന്നെ, ലിക്വിഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്, ദ്രാവകാവസ്ഥയിലാണ് ഇരിക്കുന്നത്. അത് പുറത്തേക്ക് വരുമ്പോഴാണ് ഗ്യാസ് ആവുന്നത്. മനസ്സിലായോ? അതാണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് ഇതിനെ പറയാ. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, പെട്രോൾ, ഡീസല്, കോള് ആർ ഫ്യൂൽസ്. പെട്രോളും ഡീസലും നമുക്കറിയാം. കോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? യെസ്. വേദിക, കോൾ എവിടെ കണ്ടിട്ടുണ്ട്? കോൾ. ഗുഡ് ഈവനിങ്. കോൾ എവിടെ കണ്ടിട്ടുണ്ട്? കറുത്തട്ട്. എവിടെ കണ്ടിട്ടുള്ളത്? അങ്ങനെ ചോദിക്കരുത്. അങ്ങനെ ചോദിക്കരുത്. ഈ ബാക്കിൽ എന്നിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുള്ളത്? ആ, വാതിലുമ്മ, ഡോറുമ്മ. എന്തിന്റെ ടൈം ടേബിൾ? ഇവിടത്തെ സ്കൂളിലെ സ്കൂളിലത്തെ ബുക്ക് എടുത്ത് വെക്കാൻ അല്ലേ? ആ, യെസ്. അപ്പൊ എന്താണ്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, പെട്രോളും ഡീസലും കോളും ഉണ്ട്. ഓക്കെ, കോളിലേക്കൊക്കെ വരാം. യെസ്, കെറോസിൻ ഉണ്ട്. യെസ്, കെറോസിൻ നമ്മൾ എവിടെ നിന്ന് വാങ്ങുന്നു? അതന്നെ, കെറോസിൻ എവിടെ നിന്ന് വാങ്ങുന്നു? ആരെങ്കിലും പോയി കെറോസിൻ വാങ്ങിയിട്ടുണ്ടോ? സാറിനൊക്കെ ചെറുപ്പത്തിൽ സ്ഥിരം പണിയായിരുന്നു പോയി വാങ്ങാൻ പറയണത്. അതന്നെ, മിക്കവാറും വെക്കേഷൻ ടൈമിലൊക്കെ ആയിരിക്കും. സ്കൂളിലുള്ള സമയത്തൊന്നും അങ്ങനെ പണി വരില്ല. സ്കൂൾ കഴിഞ്ഞ് വെക്കേഷൻ ടൈമിലായിരിക്കും ഈ പണികൾ വരുന്നത്. എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മണി നേരമാകുമ്പോൾ നമ്മളൊരു ചാട്ടം ഉണ്ട് വീട്ടിൽ നിന്ന്. ചാട്ടം എന്ന് വെച്ചാല് പ്രാന്ത് മൂത്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. വെയിലൊക്കെ ഒന്ന് മാറിയ 4 മണി നേരത്തെ ഇറങ്ങുമ്പോഴായിരിക്കും പോയിട്ട് പറയാ, എടാ പോയിട്ട് കെറോസിൻ മേടിച്ചിട്ടുണ്ടാ, മണ്ണെണ്ണ മേടിച്ചിട്ടുണ്ടാൻ പറയാ. എവിടെന്നാണ് പറയാ? എവിടെന്നാ? വേദാന്തേ, ഗുഡ് ഈവനിങ്. എവിടെന്നാ മണ്ണെണ്ണ മേടിക്കാ? കട. ഏത് കടയെന്ന്? എല്ലാ കടയിലും മണ്ണെണ്ണ കിട്ടുമോ? അരി കിട്ടുന്ന കടയിന്ന്. ഓ യെസ്. റേഷൻ ഷോപ്പിൽ നമ്മുടെ ആരുടെ വീശുന്നത്? ശ്രേയ. ആ സോറി, ശ്രദ്ധ. യെസ്, ശ്രദ്ധ മതി വീശിയത്. ഗുഡ് ഈവനിങ്. ആ, റേഷൻ കടയിൽ നിന്ന് പോയിട്ടുണ്ടോ? റേഷൻ കടയില്
ഒറ്റയ്ക്കൊന്നും വിടാറില്ല. ഒറ്റയ്ക്ക് വിടണല്ലേ അല്ല, ഒറ്റയ്ക്കല്ല സാറും ചോദിച്ചത്. കാണാൻ പോയിട്ടുണ്ടോ അച്ഛന്റെ അമ്മയുടെ ഒപ്പം ആരെങ്കിലും ഒപ്പം പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ അങ്ങനെ പോകണം കേട്ടോ. യെസ്, എല്ലാവരുടെ അടുത്തും പറയുന്നത് നമ്മളെ നാട്ടിലുള്ള എന്താണ് ഷോപ്പിലോ അല്ലെങ്കിൽ പരിസരത്തോ ഒക്കെ എന്താണ് നമ്മൾ പോണം, അവരൊപ്പം പോണം. അവരൊപ്പം പോയിട്ട് എന്താണ് നമ്മൾ എന്താണ് നമ്മളിപ്പോ നിങ്ങള് കണക്കില് ഇതൊക്കെ പഠിച്ചില്ലേ, കാശിന്റെ വിനിമയം, മണി, ആ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ചെറിയ ചെറിയ സംഖ്യകൾ, അതൊക്കെ നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യിപ്പിക്കുക. അപ്പൊ നമുക്ക് എന്താണ് കുറച്ചും കൂടി നമ്മളെ വിഷയത്തിനോടൊക്കെ ഇഷ്ടം വരും. സോ എന്താണ്, കെറോസിൻ ഒരു ഫ്യൂവലാണ്. കെറോസിൻ കത്തിച്ച ചൂടുണ്ടാവും. വുഡ്, LPG, പെട്രോൾ, ഇത് പേരുകളൊക്കെ പഠിച്ചു വെക്കണം. സോ എന്താണ്, ഫ്യൂവൽസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ജനറേറ്റ് ഹീറ്റ് വെൻ ബേൺഡ്. മെനി മെറ്റീരിയൽസ് സച്ച് ആസ് വുഡ്, കെറോസിൻ, LPG, പെട്രോൾ, ഡീസൽ ആൻഡ് കോൾ ആർ ഫ്യൂവൽസ്. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ, കൽക്കരി തുടങ്ങി ധാരാളം വസ്തുക്കൾ ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നു. യെസ്, അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക് തരാം കേട്ടോ. യെസ്, ശരിക്കും കെറോസിന്റെ കളറ് എന്താണെന്ന് പറഞ്ഞു തരണേ. യെസ്, ശരിക്കും കെറോസിന്റെ കളറ് നീലയാണോ? ഹോംവർക്കാണ്, വീശണ്ട. നീലയാണോ അതോ കെറോസിന് കളർ ഇല്ല എന്ന്? ഓക്കെ, നിങ്ങൾ ആരോടും ചോദിക്കുക. യെസ്, ആരോ ചോദിച്ചു വന്നല്ലോ. അല്ല, അതിനു മുമ്പ് വേറൊരാൾ വന്നു. ഒരാള് വന്നു, ആ ആളെ വിളിച്ച് വേറെ ഉത്തരം വന്നു. ബ്ലൂ അല്ലാതെ വേറെ ഉത്തരം. ഹോംവർക്ക് വരാനും പറ്റില്ല. റയാൻ എന്ത് ഉത്തരം പറഞ്ഞേ? നോ കളർ. എന്താ നോ കളർ പറയാൻ കാരണം? അത് കടകളിൽ വരുമ്പോ അതില് ഇത് ചേർക്കുന്നുണ്ടോ? എന്ത് ചേർക്കും? കളർ ചേർക്കും. ഓക്കെ, ശരിയാ, പറഞ്ഞത് ശരിയാ, കളർ ചേർക്കും. ശരിയാ, ഞാനൊന്നും പറയുന്നില്ല, ശരിയാണ് കേട്ടോ പറഞ്ഞത്. കെറോസിന് കളർ ഇല്ലാട്ടാ മക്കളെ. മണ്ണെണ്ണയ്ക്ക് നമുക്ക് റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന പോലത്തെ കളർ കിട്ടൂലാട്ടാ. പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ മണ്ണെണ്ണ കളർലെസ് ആയിരിക്കും. നോ കളറാണ്, കളർ ഇല്ലാട്ടോ മണ്ണെണ്ണയ്ക്ക്. യെസ്, പിന്നെ എന്തുകൊണ്ട് കളർ ചേർക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഒന്ന്, റേഷൻ കടയിലെ മണ്ണെണ്ണയ്ക്ക് നീല കളർ കിട്ടാൻ കാരണം തുരിശ് ചേർക്കും. തുരിശ് എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് ആണ്. തുരിശ് ചേർത്തിട്ടാണ് റേഷൻ കടയിൽ മണ്ണെണ്ണ എന്താണ് വിൽക്കപ്പെടുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇത് റേഷൻ കടയിൽ മണ്ണെണ്ണ വന്നിട്ട് ചില സമയത്ത് റേഷൻ കടയിൽ പോണ കുട്ടികൾക്ക് അറിയാം എന്താണ്, റേഷൻ കടയിൽ പോയിട്ട് ചേട്ടാ മണ്ണെണ്ണ ഉണ്ടോ? മണ്ണെണ്ണ ഇല്ല എന്ന് പറയും ചേട്ടൻ. അപ്പൊ മണ്ണെണ്ണ അവിടെ ഉണ്ടാവും, പക്ഷെ ചേട്ടൻ ഇല്ല എന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യും, ഇയാള് ഈ മണ്ണെണ്ണ എടുത്ത് വേറെ വല്ല കടക്കാർക്ക് മറിച്ചു കൊടുക്കും പണ്ട് കാലത്ത്. അപ്പൊ ഈ മറിച്ചു കൊടുക്കുന്ന അറിയണ്ടേ, ഇത് റേഷൻ കടയിലെ മണ്ണെണ്ണയാന്ന് വല്ല ഉറപ്പുണ്ടോ മറിച്ചു കൊടുക്കുമ്പോ? അപ്പൊ അങ്ങനെ മറച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റേഷൻ കടയിൽ എന്ത് ചെയ്ത്, റേഷൻ കടയ്ക്ക് കൊണ്ടുവരുന്ന മണ്ണെണ്ണയില് തുരിശ് ചേർക്കും. അപ്പൊ എന്താണ്, പുറത്തെ കടയിൽ നീല കളർ മണ്ണെണ്ണ കണ്ടാതെ ഇപ്പുറത്തെ റേഷൻ കടയിൽ നിന്ന് മേടിച്ചാന്ന് ഉറപ്പാണ്. അപ്പൊ ആൾക്കാർ അതിന് നടപടി എടുക്കാൻ വരുന്നതാണ് കേട്ടോ. സോ നിങ്ങൾ ഇതെല്ലാം പഠിച്ചു വെക്കണം, ഫ്യൂവൽസ് പഠിച്ചു വെക്കണം. അപ്പൊ ഫ്യൂവൽസ് ആണ് നമുക്ക് വേണ്ട എന്താണ്, ഒരു സാധനം എന്താണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ ഭക്ഷണം കഴിക്കുന്നത് എന്താണ്, ഭക്ഷണമാണ്. നമ്മൾക്ക് എനർജി കിട്ടണമെങ്കിൽ നമുക്ക് ഭക്ഷണം വേണം. അതേപോലെ തന്നെ എന്താണ്, എനർജി ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ എന്താണ്, ഫ്യൂവൽ സബ്സ്റ്റൻസസ് ജനറേറ്റ് ഹീറ്റ്, താപം പുറത്തു വിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഫ്യൂവൽസ് എന്ന് പറഞ്ഞത്. കത്തുമ്പോൾ താപം പുറത്തു വിടുന്നത്. ഓക്കെ, ഇതാണ് ഫ്യൂവൽസ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ആ പാഠത്തിന്റെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളിലേക്ക് പോവാം. യെസ്, അടുത്തതാണ് എന്ത്, ഫ്യൂവൽസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, നോൺ റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞ്, പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ എന്ന് പറയും. ഓക്കെ, പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതൊരിക്കലും എന്താണ്, നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല. എന്താണ്, വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മള് ഇതിലിപ്പോ എന്താ, ഇതിലത്തെ വെള്ളം പോലെയാണ്. എന്താണ്, ജസ്റ്റ് ഇപ്പൊ ഇതിൽ വെള്ളം ഉണ്ട്, കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഈ വെള്ളം തീർന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോയിട്ട് നിറയ്ക്കണം. വേറെ വെള്ളം ഇതിൽ വരില്ല. വെള്ളം അതേപോലെയാണ് നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭൂമിയിൽ ഉള്ളത് ഉപയോഗിക്കാം, അത് കഴിഞ്ഞാൽ പിന്നെ അതില്ല. അതാണ് നമുക്ക് എന്താണ്, നോൺ റിന്യൂവബിൾ എനർജി. ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. സോ ഫോസിൽ ഫ്യൂവൽസ് ആർ ഫോംഡ് ഫ്രം ദ റിമൈനിങ് ഓഫ് ദ ലിവിംഗ് ഓർഗാനിസംസ് existed on Earth a million years ago. Their stock decreases and eventually run out by consumption. These are referred to as non-renewable energy sources.
ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുന്നത്. ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും. കണ്ടില്ലേ, ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും. ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ എന്ന് വിളിക്കും. ഇത് പഠിക്കണം കേട്ടോ. ഓരോന്ന് എന്താണ് നോൺ റിന്യൂവബിൾ എനർജി എന്ന് ചോദിച്ചാൽ പഠിക്കണം. സോ ഫ്യൂവൽ എന്താന്ന് പഠിക്കണം, നോൺ റിന്യൂവബിൾ എനർജി എന്താന്ന് പഠിക്കണം. എന്താണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്? പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ എന്താണെന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇതിന് ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നത്, ആർക്കെങ്കിലും ഉദാഹരണങ്ങൾ പറയാൻ പറ്റുമോ ഇതിന്റെ? ഉപയോഗിക്കും തോറും ഇത് എന്താ കുറഞ്ഞുകൊണ്ടിരിക്കും, ഒരു കാലം കഴിഞ്ഞാൽ ഇത് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സാധനം, ഇന്ധനം. നേരത്തെ ഞാൻ പറഞ്ഞു അതിൽ നിന്ന് നേരത്തെ പറഞ്ഞതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. നേരത്തെ ഞാൻ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എന്താണ്, ബേസ് ആണ്. എന്ന് പറഞ്ഞാല് ഫ്യൂവലാണ് ഇതെല്ലാതും ഉണ്ടാക്കുന്നത്. സോ എന്താണ്, ഈ സാധനം തീർന്നാൽ, ഒരു സാധനം തീർന്നാൽ ഈ ഒരു എനർജി നമുക്ക് കിട്ടില്ല. ഏത് സാധനമാണത്? ഏത് വസ്തുവാണത്? നിഹാലേ, നിഹാലേ, ഗുഡ് ഈവനിങ്. യെസ്, പറഞ്ഞേടാ, പോർട്ടെ. എന്താണ് നോൺ റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ? പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ. എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എവിടെ നിഹാല് പോയാ? എന്താണ് നിഹാല്? വിഷമാണോ? നിഹാലൊരു സന്തോഷം ഇല്ലല്ല. എന്താണ് നിഹാൽ ഒരു സന്തോഷം ഇല്ലാത്ത? ഒരു ഉഷാറില്ലല്ലടാ. യെസ്, ഉഷാറായിട്ടിരുന്നേ. എങ്ങനെ വിഷമിച്ചിരിക്കാൻ പാടില്ലല്ലോ, ഉഷാറായിട്ടിരുന്നേ. ക്ലാസ്സിൽ എപ്പോഴും ഉഷാറായിട്ടിരിക്കട്ടെ. യെസ്, അടുത്ത ആളൊന്ന് വിളിച്ചേ സാർ. സ്റ്റിയ പുതിയ കുട്ടികൾ അല്ലല്ല. സ്റ്റിയ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഏതെങ്കിലും അറിയോ നോൺ റിന്യൂവബിൾ എനർജി ആയിട്ട്? ടാറ്റ കാണിച്ച് വിളിക്കാൻ വേണ്ടിട്ടാ ഇങ്ങനെ കാണിച്ചു. മറ്റേത് ചോട്ടാ മുംബൈയില് പറഞ്ഞ മാതിരി, നീ ജയിലിൽ പോകുമ്പോ എനിക്ക് ടാറ്റ കാണിക്കും. ടാറ്റ എന്നല്ല പറഞ്ഞു, വേണ്ട എന്നാ പറഞ്ഞത്. അല്ല, അതേപോലെ വിളിക്കണ്ട സാർ എന്നാ പറഞ്ഞത് ഞാൻ. അതന്നെ, ഞങ്ങൾ അങ്ങനെ കാണിച്ചപ്പോ ഞങ്ങൾ വിചാരിച്ച ഉത്തരം കിട്ടിയെന്ന്. മീനൽസ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഏതാ ഉത്തരം? പെട്രോൾ ഡീസൽ. ഓ, പെട്രോൾ ഡീസൽ. വേറെ എന്തെങ്കിലും ഉണ്ടോ? കോൾ. കോള്. കണ്ടാ ചോദിക്കുമ്പോ കിട്ടും. സാറ് കളിയാക്കണം. പറ. എനിക്കാണെങ്കിൽ ബേസ് സയൻസിന് 30 ഉണ്ട്. ഓ എന്റെ പൊന്നെ, അത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് അതിശയില്ല. അതന്നെ, കിട്ടിയില്ലെങ്കിൽ കാരണം അതിലെങ്ങാനും കുറഞ്ഞു കഴിഞ്ഞാല്. വീട് എവിടെയാന്നാ പറഞ്ഞത്? കോട്ടയം. കോട്ടയത്ത് എവിടെ? പൂഞ്ഞാറ്റില്. നമ്മുടെ പി സി ജോർജിനെ കണ്ടിട്ടില്ലേ? അല്ല, മറ്റേ പി സി ജോർജിന്റെ സ്ഥലല്ലേ അവിടെ? പൂഞ്ഞാറ്. പൂഞ്ഞാറിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. എന്റെ കൂടെ MSc പൂഞ്ഞാറിൽ എനിക്ക് ഫ്രണ്ട് ഉണ്ട്. പേരെന്താ? ജൂണാന്നാ പേര്. പെണ്ണാണ്, ജൂണ. പെണ്ണിന്റെ പേരാ, എന്റെ ഫ്രണ്ടിന്റെ പേരാ ജൂണാന്ന്. JUNA. അത് ട്യൂണ, ഇത് ജൂണ. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ ജൂണ, മാസത്തിന്റെ പേര് ആലോചിച്ചാൽ മതി. ഓക്കെ, സോ എന്താണ് പെട്രോൾ ഡീസല്? പിന്നെ കോളും പറഞ്ഞു. ഞാൻ ഒന്നും കൂടി ചോദിച്ചപ്പോ കോളും കൂടിയും പറഞ്ഞു. ഓക്കെ, സോ പെട്രോളും ഡീസലും എന്താണ്? നമുക്ക് വീണ്ടും പുതുക്കാൻ കഴിയാത്ത ഒരു ഊർജ സ്രോതസ്സാണ്. ഊർജ സ്രോതസ് എന്ന് പറഞ്ഞാൽ ഫ്യൂവൽസ് ആണ്. ഫ്യൂവൽ ഇന്ധനങ്ങളാണ്. കാരണം എന്താ? പെട്രോളും ഡീസലും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉണ്ടാക്കണമെങ്കിൽ വീണ്ടും കണ്ട ലക്ഷക്കണക്കിന്, എനിക്ക് ലക്ഷക്കണക്കിന് എന്ന് പറഞ്ഞ മാട്രിമോണിയുടെ വർഷത്തിന്റെ വാക്ക ഉപയോഗിക്കുന്നു. ലക്ഷക്കണക്കിന് വർഷം
കാത്തിരിക്കണം. ലക്ഷക്കണക്കിന് എന്താണ് വർഷം കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് എന്താ വീണ്ടും ഈ സാധനം വരുള്ളൂ. ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ. കണ്ട, മില്യൺസ് ഇയേഴ്സ് എഗോ. പ്രത്യേകം ഈ വാക്ക് ആലോചിക്കണം, മില്യൺസ് ഇയേഴ്സ് എഗോ. കാരണം ഒരു ഇത് എണ്ണയായിട്ട് മാറണമെങ്കിൽ, എണ്ണപ്പാടെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞ എണ്ണ ഓയിൽസ് ആണ്. അപ്പൊ ഇതായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഈ ഭൂമിയിൽ പണ്ട് ജീവിച്ചിരുന്ന ജീവികള് ചത്ത് മണ്ണടിഞ്ഞ് അത് അഴുകി അതിന്റെ എല്ലാ കണ്ടന്റും മാറി അത് ഭൂമിയിലേക്ക് വന്ന് അത് എണ്ണയായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, എണ്ണയായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കും, മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും, എന്നാലേ മാറണം. അപ്പൊ നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഡീസലും പെട്രോളും ഒക്കെ എന്താണ്, ഏതോ കാലം മുമ്പ് ആരൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഡീസലും പെട്രോളാണ്. അപ്പൊ എന്താണ്, ഇനിയും ഭാവിയിൽ എന്താണ് ഡീസലിനും പെട്രോളും വില കൂടാനേ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പൊ ഡീസലും പെട്രോളും എന്താണ്, യെസ്, ഡീസലും പെട്രോളും എന്താണ്, ഉപയോഗിക്കും തോറും അത് തീർന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ, കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു കഴിയുമ്പോൾ നമുക്ക് എന്താണ്, ഡീസലും പെട്രോളും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷേ അതെങ്ങനെ പറ്റും എന്നാണ് എന്റെ ചോദ്യം. കാരണം എന്താണ്, ഇപ്പൊ ഇത് തീർന്നു കഴിഞ്ഞാലും നമുക്ക് വണ്ടി ഓടിക്കണ്ടേ, ബസ് വേണ്ടേ, കാറ് വേണ്ടേ, ഈ ഒക്കെ പോണ്ടേ. അപ്പൊ എന്താണ്, എന്ത് ചെയ്യും നമ്മള്? ആര് പറഞ്ഞുതരും എനിക്ക്? യെസ് യെസ് അമലേ, എനിക്ക് അമലിനെ ശരി ഭയങ്കര ഇഷ്ടാ. ബിക്കോസ് ഗുഡ് ഈവനിങ്. പറ. ആ, അമേരിക്ക വരെ നമുക്ക് സൈക്കിളിന് പോവാല്ലേ? സൈക്കിൾ അല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ടോ മോനെ? നടന്നുകൊണ്ട് വരും. വേറെ ആളോട് ചോദിക്കാം. എന്നാലും സൈക്കിളെങ്കിലും പറഞ്ഞില്ലേ, അത് നല്ലത്. യെസ് ഫർഹാനെ. ഗുഡ് ഈവനിങ് സാർ. യെസ് പറ. ഇലക്ട്രിക് വെഹിക്കിൾസ്. ആ, അതന്നെ നമ്മൾക്ക് ഉപയോഗിക്കുന്ന സാധനമാണ് ഇലക്ട്രിക് വെഹിക്കിൾസ്. ഫർഹാൻ ഇപ്പൊ ഫർഹാൻ എന്താ ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറഞ്ഞപ്പോ ഫർഹാൻ ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കി. ഓ, എനിക്കറിയായിരുന്നു സാർ, മറന്നുപോയതാണ്. യെസ്, എവിടെയല്ലേ? അമല. അതെ, സോറി, അമലാണ് പറഞ്ഞത്. സോറി അമലാണ് ഇട്ടത്. ഓ, എനിക്കറിയായിരുന്നു സാർ, ശരിയായിരുന്നു. ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയും. സോ എന്താണ് ഇലക്ട്രിക് വെഹിക്കിൾസ്? അപ്പൊ ഇലക്ട്രിസിറ്റി കഴിഞ്ഞു പോകില്ലേ എന്ന് ചോദിക്കാം. അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇലക്ട്രിസിറ്റി കഴിഞ്ഞു പോകില്ലെന്ന് ചോദിക്കും. ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. കാരണം പെട്രോളും ഡീസലും ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എന്തായാലും കഴിയും. ഈ കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യണം. നമ്മൾ പറയില്ലേ, പണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പണ്ട് എന്താണ്, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് എന്താണ് ഒരു ഡേ വേണമെന്നിരിക്കും. എന്തായാലും ട്രെയിനിന് പോകണമെങ്കിലും 1 ഡേ വേണം. ഇപ്പൊ വന്ദേ ഭാരത് ഒക്കെ വന്ന സ്ഥിതിക്ക് ഇപ്പൊ എന്താണ് 11 മണിക്കൂറോ മതി. ഇനി ഇപ്പൊ റോഡും കൂടിയും വികസനം വന്നു കഴിഞ്ഞാൽ അതിനും കുറവാന്നാ പറയുന്നത്. അപ്പൊ ലോകം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് സമയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ പറയാ. അപ്പൊ സമയം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വീണ്ടും എന്താണ്, പണ്ടത്തെ പോലെ സൈക്കിളിലോട്ട് വന്ന സമയം കൂട്ടാൻ നമ്മൾ ആഗ്രഹിക്കില്ല. അപ്പൊ അതിനു വേണ്ടി നമ്മൾ പുതിയൊരു സാധനം തിരഞ്ഞെടുക്കും. അതാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. യെസ്, ഇലക്ട്രിസിറ്റി വെച്ച് ഇലക്ട്രിസിറ്റി എങ്ങനെ ഉണ്ടാക്കുന്നതാണ് പറഞ്ഞുതരുന്നത്. ഇലക്ട്രിസിറ്റി, വൈദ്യുതി എങ്ങനെ ഉണ്ടാക്കുന്നതാണ് പറഞ്ഞുതരുന്നത്. അതിൽ ഒന്നാമത്തേതാണ് എന്ത്, പിടിച്ചോ? യെസ്, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. സോ പെട്രോളും ഡീസലും കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ സൗകര്യം വീണ്ടും നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനാണ് നമ്മൾ എന്താണ് ഇലക്ട്രിസിറ്റി എന്നൊരു ഓപ്ഷൻ എടുത്തത്. ഇലക്ട്രിസിറ്റി എങ്ങനെ ഉണ്ടാക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെയാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി, ജലവൈദ്യുതിയാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. Hydroelectric power is generated using the energy present in the water stored in dams. കെട്ടി നിർത്തിയ ജലത്തിന്റെ ഊർജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. യെസ്, ആരെങ്കിലും ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതൊക്കെ എന്താണ്? യെസ്, അതെന്താന്ന് ചോദിച്ചാ പറഞ്ഞു തരാം. നമ്മളെ ഡാം ഇല്ലേ, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്താന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഡാമില് എന്തായിരിക്കും? ഇങ്ങോട്ട് നോക്കിയാൽ മതി. ഇതാണ് നമ്മുടെ അടിഭാഗം. ഇതാണ് അടിഭാഗം. സാറ് വലിയ വരക്കാരനല്ല, അതുകൊണ്ട് പിക്ചർ വരച്ച് കാണിക്കാൻ അറിയില്ല. യെസ്, ഇത് സാറ് നോക്കുമ്പോഴേ നിങ്ങളുടെ സ്റ്റാൻഡേർഡിനൊത്ത പിക്ചർ ഇല്ല.
അവിടെയാണ് പ്രശ്നം വരുന്നത്. നോക്കുമ്പോ ഡാമിന്റെ പിക്ചർ നമുക്ക് എടുക്കായിരുന്നു, പക്ഷേ അതിൽ ഈ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എടുക്കുമ്പോൾ അതിൽ കുറെ ടേമുകൾ വരും. ആ ടേമുകൾ എന്താന്ന് നോക്കി നിങ്ങൾ ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ പിക്ചർ ഒന്നിനും വെക്കാണ്ടിരുന്നത്. ഓക്കെ, ഇതാണ് ഡാം എന്ന് വരയ്ക്ക്. ഇങ്ങനെയാണ് നമ്മളെ ഡാമിന്റെ മറ്റേ സാധനം. ഇതാണ് നമ്മളെ ഡാമിന്റെ ടോപ്പ്. ഇവിടം വരെ എന്താണ് നമ്മളെ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കാം ഡാമില്. ഇനി എന്താ ചെയ്യുന്ന വെച്ചാല് വെള്ളം തുറന്നു വിടുമ്പോ നമ്മൾ ഇവിടെ ഒരു ടർബൈൻ എന്ന് പറഞ്ഞ സാധനം വെക്കും. ടർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ ഒന്നുമല്ല. ടർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താന്ന് പറഞ്ഞുതരാം. പണ്ട് കാലത്തെ ആരെങ്കിലും കൃഷി ചെയ്യുമ്പോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി ഇങ്ങനെ കാലുകൊണ്ട് ചവിട്ടി കറക്കുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ടോ? യെസ്, അതെ, അതാണ്. ആ ഒരു സാധനം നമുക്ക് എന്ത് ചെയ്യും, ഇത് ഇവിടെ വെക്കും. ഇങ്ങനെ 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 വെക്കും. അപ്പൊ എന്താ, വെള്ളം ഇവിടെ നിന്ന് വന്ന് ഈ വെള്ളം ഇതുമ്പോ തട്ടും. അപ്പൊ എന്താ, ഇത് അടിയിലേക്ക് പോവും. അങ്ങനെ അപ്പൊ ഇത് ഇവിടേക്ക് വരും, ഇത് ഇപ്പുറത്തേക്ക് പോവും. അങ്ങനെ എന്താവും, ഈ സാധനം കിടന്ന് കറങ്ങാൻ തുടങ്ങും. യെസ്, ഇത് ഭയങ്കര സ്പീഡിൽ കറങ്ങാൻ തുടങ്ങും. ഇത് കറങ്ങുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഈ വെള്ളം ഇങ്ങനെ വീഴുന്നതിനനുസരിച്ച് ഇത് കറങ്ങും. ഇത് കറങ്ങുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? അവിടെ വൈദ്യുതി ഉണ്ടാവും. യെസ്, അവിടെ വൈദ്യുതി ഉണ്ടാവും. ഓക്കെ, യെസ്, ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം. യെസ്, ഇതാണ് കേട്ടോ. ജസ്റ്റ് മക്കളെ, എഴുതിയതൊന്നും വായിക്കരുത്. ഇപ്പോഴേ പറഞ്ഞേക്കാം, എഴുതിയതൊന്നും വായിക്കരുത്. കണ്ടോ, വെള്ളം വന്നു, വെള്ളം ഇങ്ങനെ പോയതേ ആ അടിയിൽ കണ്ടോ, ടർബൈൻ കണ്ടോ? ടർബൈൻ കറക്കി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയിട്ട് വിടും. അതാണ് പറയുക ട്രാൻസ്ഫോമർ എന്താ, അതൊക്കെ എന്താന്ന് ചോദിക്കരുത്. യെസ്, അപ്പൊ വെള്ളം ഒരു നിശ്ചിത ഹൈറ്റിൽ നിന്ന് വന്ന് ഈ സാധനം, ഒരു ചെറിയൊരു സാധനം കണ്ടോ, ഈ സാധനം എന്താണ്? യെസ്, കറങ്ങി. ചെറിയ ഈ ഒരു പമ്പരം പോലത്തെ സാധനം, പമ്പരം പോലത്തെ ഈ വസ്തു ഇങ്ങനെ കറങ്ങി. അത് കറങ്ങുമ്പോ എന്താണ്, അതിൽ നിന്ന് ആ കറക്കത്തിനനുസരിച്ചുള്ള വൈദ്യുതി നമുക്ക് ലഭ്യമാകും. അപ്പൊ വെള്ളം കൊണ്ടാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷൻ എന്നൊക്കെ വിളിക്കാൻ കാരണം വെള്ളം കൊണ്ടാണ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ വെള്ളം ഉപയോഗിച്ച് നമുക്ക് എന്താണ്, വെള്ളം ഉപയോഗിച്ച് നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാം. യെസ്, അതിനാണ് നമ്മൾ കുറെ ഡാം ഒക്കെ എല്ലായിടത്തും കെട്ടി നിർത്തിയിരിക്കുന്നത്. ഇനി കേരളത്തില് വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്ന സ്ഥലം ഏതാണെന്ന് അറിയോ? ഏത് ഡാമിൽ നിന്നാണ് കേരളത്തിന് വൈദ്യുതി ഉണ്ടാക്കുന്ന മെയിൻ ആയിട്ട് വെള്ളം ഉപയോഗിച്ച ഏത് ഡാമിൽ നിന്നാണെന്ന് അറിയോ മക്കളെ? ജനറൽ നോളേജിലേക്ക് പോവാം. അനുഗ്രഹ, ഗുഡ് ഈവനിങ് സാർ. യെസ്, പറഞ്ഞേ, ഏത് ഡാമിന്ന്? അറിയില്ല. അതേത് ഡാമാ മോളെ? അറിയില്ല. യെസ്, ആരെങ്കിലും അതിന്റെ നാട്ടുകാരുണ്ട് നോക്കട്ടെ. എലീഷ പറഞ്ഞേ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. എലീഷനെ ആദ്യമായിട്ട് വിളിക്കുന്ന പോലെ എലീഷ എക്സ്പ്രഷൻ ഇട്ട് കഴിഞ്ഞു. പറ, ഏത് ഡാമിന്നാ കൂടുതലും നമുക്ക് വൈദ്യുതി കിട്ടുന്നേ? ഇടുക്കി ഡാം. അതന്നെ, ഇടുക്കി ഡാം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എലീഷ കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എലീഷയുടെ കാര്യം പറഞ്ഞു. എലീഷയുടെ വീട് എവിടെയാ? മാനന്തവാടി, വയനാട്ടിലാണല്ലേ. യെസ്, എലീഷയുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ. യെസ്, അപ്പൊ ഒരു ഹൈ റേഞ്ച് മേഖല, അടുത്ത ഹൈ റേഞ്ച് മേഖലയാണ് എന്താണ് നമുക്ക് വൈദ്യുതി കിട്ടുന്നത്. അപ്പൊ ഇടുക്കിയിൽ നിന്നാണ് നമുക്ക് കൂടുതലും വൈദ്യുതി കിട്ടുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ജലവൈദ്യുതി കൂടുതൽ നമുക്ക് എന്താണ് ഇടുക്കി ഡാമിൽ നിന്നാണ് കിട്ടുന്നത്. ഇടുക്കി ഡാം വിസിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വിസിറ്റ് ചെയ്യണം. ആരെയും കയറ്റി വിടൂല, അത് വേറെ കാര്യം. പുറത്തുനിന്ന് കാണാം. ഇനി ഇടുക്കി ഡാമേ നല്ല രീതിയിൽ കാണണമെങ്കിൽ മഹേഷിന്റെ പ്രതികാരം കണ്ടാൽ മതി. അപ്പൊ അതിൽ നല്ലൊരു ഷോട്ട് ഉണ്ട്. ഇടുക്കി ഡാമിൽ നല്ലൊരു ഷോട്ട് ഉണ്ട്. ഒരു ഗ്രൗണ്ടിൽ ഒരു തല്ലുകൂട്ടം ഉണ്ടാവുമ്പോ അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ഇടുക്കി ഡാം എന്ന് പറഞ്ഞത്. ഇത് സാറ് പഠിച്ചിരുന്ന സ്ഥലത്തായിരുന്നു. അപ്പൊ എന്നും ഇടുക്കി ഡാമിനേക്കാളും മേലെയായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. വെച്ചാൽ ഇടുക്കി ഡാമും കഴിഞ്ഞ് മേലോട്ട് പോകണം. അപ്പൊ എല്ലാ പ്രാവശ്യം വീട്ടിൽ നിന്ന് പോയിട്ട് വരുമ്പോ ഈ ഡാമിനെ കണ്ടിട്ടാ പോവാ. ചെറുതോണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചെറുതോണി കഴിഞ്ഞ് കുറച്ചും കൂടെ പോകുമ്പോ പിന്നെ തൊട്ട് ഡാമിന്റെ ഇതാണ് ചെറുതോണി കഴിഞ്ഞ് മേലോട്ട് പോകുമ്പോ. അപ്പൊ ഇവിടെയാണ്. സോ ഇവിടെയല്ല, നമ്മൾ എന്താണ് ഈ ഡാമിലത്തെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇത് എവിടെയാണ് പവർ സ്റ്റേഷൻ ഇരിക്കുന്നത്? ഈ സാധനങ്ങൾ ഉണ്ടാക്കിയ സാധനം സൂക്ഷിച്ചു വെക്കണ്ടേ?
അതിരിക്കുന്നത് മൂലമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ മൂലമറ്റത്താണ് എന്ത് ഈ വൈദ്യുതി ഉണ്ടാക്കുന്ന കാര്യങ്ങളും. അവിടുന്ന് ഇടുക്കിയിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ചെറുതോണി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, ഇടുക്കി ഡാമിൽ നിന്ന് എന്താണ് വെള്ളം വന്ന് മൂലമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ എന്താണ് ജലവൈദ്യുതി ഉണ്ടാക്കുന്നത്. ആ വൈദ്യുതി വെച്ചാണ് ഈ കേരളം മൊത്തം ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ചില സമയത്ത് മന്ത്രിമാരൊക്കെ പറയില്ല എന്ത്, ഡാമിൽ വെള്ളം കുറഞ്ഞാൽ ലോഡ് ഷെഡിങ് ഉണ്ടാവും, പവർ കട്ട് ഉണ്ടാവും എന്ന് പറയില്ലേ. യെസ്, ഡാമിൽ വെള്ളം ഇല്ലെങ്കിൽ ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് നമുക്ക് പവർ കട്ട്, ഞാൻ എന്റെ ചെറുപ്പത്തിലൊക്കെ പവർ കട്ട് കണ്ടിട്ടുണ്ട്. അരമണിക്കൂർ പവർ കട്ട് ഉണ്ടാവും. അത് രസമായിരുന്നു കേട്ടോ പവർ കട്ട്. എന്താ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് 6:30 മുതൽ 7 മണി വരെ ആണെന്നുണ്ടെങ്കിൽ അത് ഒരാഴ്ച അങ്ങനെ ആയിരിക്കും. അടുത്ത ആഴ്ച അത് 7 മണി മുതൽ 7:30 വരെ ആയിരിക്കും. അങ്ങനെ 10 മണി വരെ ആയിരിക്കും ഈ സമയം വരുന്നത്. അപ്പൊ ഓരോ സെക്ഷനിലും പല സമയത്തായിരിക്കും പവർ കട്ട് ഉണ്ട്. കേരളം മൊത്തത്തിൽ ഒരിക്കലും ഒരു ടൈം വെക്കില്ല. ഓരോ സെക്ഷനിലും അവരെന്തായിരിക്കും പല സമയത്തായിരിക്കും പവർ കട്ട് വരുന്നത്. അപ്പൊ ഈ പവർ കട്ട് നല്ല രസമായിരുന്നു. പവർ കട്ട് സമയത്ത് സാറിന്റെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ നമുക്ക് എന്താണ് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മഴ ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ പവർ കട്ടിന്റെ ആവശ്യമില്ല. ഓക്കെ, അതാണ് നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. ഹൈഡ്രോ എന്ന് കേൾക്കുമ്പോ അപ്പൊ ഓർമ്മ വരണം ജലം ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിനാണ് എന്ത് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. കണ്ടോ, ജലം ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി വൈദ്യുതി ഉണ്ടാക്കുന്നതിനാണ് എന്താണ് പറയുന്നത് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ജലവൈദ്യുതി എന്ന് പറയുന്നത്. ജലവൈദ്യുതിക്ക് ഒരു പ്രത്യേകത, കെട്ടി നിർത്തിയ ജലം വേണം. മുകളിൽ ഒരു ഹൈറ്റിൽ കെട്ടി നിർത്തിയ ജലം വെച്ചിട്ടാണ് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. ഇനി വെള്ളത്തിൽ നിന്ന് മാത്രമല്ല ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്, വെള്ളമല്ല വേറൊരു വസ്തുവും കൂടി. അപ്പൊ നമ്മൾ എന്താണ് പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ അത് തീർന്നു പോയാൽ നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി വെച്ച് യൂസ് ചെയ്യാം. ഇതല്ലാതെ വേറൊരു സാധനം കൂടി ഉണ്ട്. അതാണ് എന്ത്? യെസ്, ഇലക്ട്രിസിറ്റി ഫ്രം ദ വിൻഡ്. കാറ്റിൽ നിന്ന് വൈദ്യുതി. കാറ്റിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കാം. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കാറ്റിൽ നിന്ന് എങ്ങനെ വൈദ്യുതി ഉണ്ടാക്കാം? അതെങ്ങനെ എനിക്ക് മനസ്സിലായില്ല. കുറെ ഞാൻ ആലോചിച്ചു. എന്താണ്? വിൻഡ് ഹാസ് ദ എബിലിറ്റി ടു മൂവ് ഒബ്ജക്ട്. വി ക്യാൻ ജനറേറ്റ് ഇലക്ട്രിസിറ്റി യൂട്ടിലൈസിങ് ദിസ് എബിലിറ്റി ഓഫ് വിൻഡ്. കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഈ കഴിവ് ഉപയോഗപ്പെടുത്തി നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആര് പറഞ്ഞുതരും എങ്ങനെയാണ് കാറ്റ്? നന്ദഗോപാൽ പറയടാ കുട്ടാ. യെസ്, അപ്പൊ വെള്ളത്തിൽ നിന്നും ടർബൈൻ ഉപയോഗിച്ചല്ലേ കറക്കിയത്? അവിടെയും ടർബൈൻ, ഇവിടെയും ടർബൈൻ കുമ്പിടിയായ. വെള്ളത്തിൽ ടർബൈൻ എന്ന് പറയും, ഇവിടെ അതിന് ടർബൈൻ തന്നെയാണ്, പക്ഷെ ആ പേര് പറയുന്നുള്ളൂ. എന്താ പറയാ? ഓ പൊളി, വിൻഡ് മില്ലാണ്. യെസ്, വിൻഡ് മില്ലാണ് നമുക്ക് എന്താണ് ജലവൈദ്യുതി. വിൻഡ് മില്ലാണ് നമ്മുടെ കാറ്റിൽ നിന്നും വൈദ്യുതി ഉപയോഗിക്കുന്നത്. യെസ്, ആരെങ്കിലും അതിന് ഇടുക്കിക്കാരും ഇല്ല അല്ലെ? കേരളത്തില് വിൻഡ് മിൽ ഉപയോഗിക്കുന്നത് അതും നമ്മുടെ ഇടുക്കിക്കാര് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പൊ ജലവൈദ്യുതി നിർമ്മിക്കുന്നതും ഇടുക്കിക്കാരാണ്. അതേപോലെ കാറ്റിൽ നിന്നും വൈദ്യുതി നിർമ്മിക്കുന്നതും അതും നമ്മളെ ഇടുക്കിക്കാര് തന്നെയാണ്. ആരെങ്കിലും ഉണ്ടോ ഇടുക്കിയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ ഏതേലും ഭാഗത്ത്? അതിന് ഇല്ല. എന്നാ ഇടുക്കിയിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? രണ്ടും കിട്ടുന്നത്, ജലവൈദ്യുതിയും അതേപോലെ തന്നെ കാറ്റിൽ നിന്ന് വൈദ്യുതി കിട്ടുന്നത്. അപ്പൊ ഇടുക്കിയിൽ ഒരെണ്ണം നമുക്ക് എന്താ ഇടുക്കി ഡാമിൽ നിന്ന് കിട്ടുമ്പോ മറ്റേത് കിട്ടുന്നത് രാമക്കൽമേട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആരെങ്കിലും പോയിട്ടുണ്ടോ രാമക്കൽമേട്? ആരെങ്കിലും പോയിട്ടുണ്ടോ? ഉണ്ടോന്ന് വിളിച്ചേ. രാമക്കൽമേട് പോയി. രാമക്കൽമേട് എവിടൊക്കെ പോയി? ദിയ, ഗുഡ് ഈവനിങ്. രാമക്കൽമേട് എവിടൊക്കെ പോയി? കാറ്റാടിപ്പാടത്ത് പോയി. യെസ്, എങ്ങനെയുണ്ട് പറ, സൈസ് പറ, കാറ്റാടിയുടെ സൈസ് പറ. വലിയതല്ലേ? വലുതല്ലേ? ഭയങ്കര വലുതല്ലേ കാറ്റാടിപ്പാടം? യെസ്, അപ്പൊ എന്താണ്? യെസ്, നമ്മുടെ വിൻഡ് മിൽ എന്ന് പറഞ്ഞാലേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല അല്ലേ? ഭയങ്കര വലുതാ. ഭയങ്കര വലുതെന്ന് വെച്ചാൽ ഭയങ്കര വലുതാ. ഓക്കെ, യെസ്.
അത് മതി. ഭയങ്കര വലുതാണ് കേട്ടോ വിൻഡ് മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്താണ് വിൻഡ് മില്ല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാമക്കൽമേട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൂടുതലുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ കാറ്റ് ലഭ്യമാവുന്നത് അവിടെയാണ്. അപ്പൊ അങ്ങനെയാണ് അവിടെയാണ് നമുക്ക് എന്താണ് വിൻഡ് മില്ല് യൂസ് ചെയ്യുന്നത്. സോ അതും എന്താണ് അവിടുന്ന് വിൻഡ് ആ വിൻഡ് മില്ല് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു പമ്പരം പോലെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും, ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും, ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. അപ്പൊ കാറ്റ് ഇതുമ്മ തട്ടും, ഇത് ഇങ്ങിടും തട്ടും. അപ്പൊ എന്താ ഇതിങ്ങനെ കറങ്ങും ഒരു ദിശയിൽ. അപ്പൊ കാറ്റിനനുസരിച്ച് ഇതിങ്ങനെ കറങ്ങും. ജസ്റ്റ് ഞാൻ ആ സൈസ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, യെസ്, ഇതാണ് കേട്ടോ വിൻഡ് മില്ലിന്റെ സൈസ്. ഒരാള് മോളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ, അതും കൂടെ നിങ്ങൾ നോക്കണേ. യെസ്, അയാളെ സൈസ് നോക്കിയേ, കുഞ്ഞി സൈസ്. യെസ്, അപ്പൊ എന്താണ് ഇതാണ് വിൻഡ് മില്ല്. അപ്പൊ ഈ വിൻഡ് മില്ല് എന്താണ് ഇങ്ങനെ കറങ്ങും അങ്ങോട്ട് കിടന്നിട്ട്, കാറ്റ് കറങ്ങും. അപ്പൊ ഓരോ കറക്കത്തിനും അതെന്തായിരിക്കും ചെറിയ 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 എന്താണ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി അതുണ്ടാക്കും. അതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എന്താണ് മൊത്തം നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്, കാറ്റിൽ നിന്നും വൈദ്യുതി ഉപയോഗിക്കുന്നത്. അപ്പൊ വിൻഡ് മില്ലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് മനസ്സിലായോടാ? എല്ലാവർക്കും മനസ്സിലായോ? സ്റ്റാർട്ടറിനെ മനസ്സിലായോ? ഒരു യെസ്. ഇനി അപ്പൊ നമ്മള് വെള്ളത്തിന്ന് പറഞ്ഞു, കാറ്റിന്ന് പറഞ്ഞു. ഇനി അവിടെ എന്തെങ്കിലും വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പൊ മിക്കവാറും എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടല്ലേ സാർ? അത് കുറെ പേര് ട്രൈ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും വീട്ടിലുണ്ടോന്നും ചോദിക്കണം. യെസ്, പറഞ്ഞേ. വെള്ളത്തിന്ന് ഉണ്ടാക്കാം, കാറ്റിന്ന് ഉണ്ടാക്കി. വേറെ ആരാണ്? ആ പുസ്തകം നോക്കി പറയുന്ന ആൾക്കാരൊന്നും ഞാൻ വിളിക്കൂല കേട്ടാ. ഇഷ അവിടെ എന്താ ചെയ്യുന്നത്? ഇഷ കയ്യിലുള്ള ആയുധം കാണിക്കൂ. എന്താ 3 പേന ഇത്? പറ. വെള്ളത്തിന്ന് ഉണ്ടാക്കും, കാറ്റിന്ന് ഉണ്ടാക്കും. പിന്നെ എന്തെന്ന് ഉണ്ടാക്കാ? ഇഷയുടെ വീട്ടിൽ എങ്ങനെ കറണ്ട് ഉണ്ടാവുന്നേ? അതറിയില്ല, സാരില്ല, പോട്ടെ കാരില്ല, വിട്ടുകളാ. ശ്രദ്ധിച്ചിരിക്കും, കുഴപ്പമില്ല. യെസ്, പിന്നെ സൗപർണിക. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. യെസ്, പറഞ്ഞേ. സൺലൈറ്റിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നതിന് എന്ത് വിളിക്കുന്നു? സോളാർ. സോളാർ വീട്ടിലുണ്ടോ? യെസ്, സോളാർ ഉപയോഗിച്ച് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വീടല്ലാതെ വേറെ ഏതെങ്കിലും പൊതുസ്ഥലം? എവിടെ? അയ്യോ, പറ. പിന്നെ ഞങ്ങളുടെ സ്കൂളിലെ 7ാമത്തെ ചാപ്റ്റർ പകുതി. ഇങ്ങനെ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയാനാണോ ഇതൊക്കെ വിളിക്കുന്നത്? 7ാമത്തെ ചാപ്റ്റർ പകുതി എത്തിയെന്ന്. യെസ്, കണ്ടോ ഉത്തരങ്ങൾ വരുന്നുണ്ട് സാർ. സോളാർ നമ്മൾ ഉപയോഗിച്ച് നമ്മളൊരു സാധനം നമ്മുടെ നാട്ടിൽ തന്നെ മൊത്തം KCB-കാരായിട്ട് ബന്ധമില്ലാതെ വിളിച്ച് അക്ഷര അടിയിൽ എന്താ പരിപാടി? പേന പോയി. ഓക്കെ, പറഞ്ഞോ. സോളാർ ഉപയോഗിച്ച് നമ്മൾ എന്താണ് ഇവിടെ ഓടിച്ചോണ്ടിരിക്കുന്നത്? എയർപോർട്ടില്. ഏത് എയർപോർട്ട്? യെസ്. അപ്പൊ എന്താണ് അടുത്ത നമുക്ക് ആ എനർജി നോക്കാം. യെസ്, നമുക്ക് എന്താണ് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ്. സൂര്യപ്രകാശം കൊണ്ട് നമുക്ക് എന്താണ് നമ്മൾക്ക് ഇലക്ട്രിസിറ്റി അല്ലാന്നുണ്ടെങ്കിൽ വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റും. യെസ്, അങ്ങനെ സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കി മൊത്തം ഒരു എയർപോർട്ട് ഓടിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറഞ്ഞത്. കാരണം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടില് മൊത്തം സോളാർ കൊണ്ട് പ്രവർത്തിക്കുന്ന എയർപോർട്ടാ. മൊത്തം എൻറ്റയർ എയർപോർട്ട്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് കണ്ടിട്ടുണ്ടോ? നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് കണ്ടിട്ടുണ്ടോ? യെസ്, അവിടെ മൊത്തം ഒന്ന് പോയി കാണേണ്ടതാണ് കേട്ടോ. നിങ്ങൾ യാത്രക്ക് പോവാണെന്നില്ല, നിങ്ങൾക്ക് അവിടെ പോയിട്ട് കാണാം. പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നതും പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നതും. പിന്നെ എന്താണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ തൊട്ട് എനിക്ക് റോഡ് പറയാൻ അറിയില്ല, സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാല് ട്രെയിനും പ്ലെയിനും ഒരേ സ്ഥലത്ത് വരുന്നത് കാണാൻ പറ്റും. സാർ ഒരിക്കൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ജസ്റ്റ് മിസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ 3ാമത്തെ ബോഗിയിൽ അങ്ങനെ കയറിയത്. ഒരു 9ാമത്തെ ബോഗിയിലാണ് ഞാൻ കയറുന്നുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് ഷോട്ട് കിട്ടിയത്. എന്റെ ബോഗിയുടെ മേലെ കൂടെ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യണത്. അത്രയും ഷോർട്ട് ഇതിൽ പോയിട്ടുണ്ട്. ഞാനത് കുറെ കാലം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാ, ഏത് ട്രെയിൻ പോകുമ്പോഴാണ് ഈ പ്ലെയിൻ പൊങ്ങാന്നുള്ളത്. പക്ഷെ ബോഗി മാറിപ്പോയി. എന്ത്
ആ വേൾഡിൽ കേട്ടോ എന്ന് വെച്ചാൽ ഈ ലോകത്ത് ഫുള്ളി സോളാർ ആയിട്ട് ലോകത്ത് എന്താണ് സൂര്യനെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏക എയർപോർട്ട് നമ്മളെ എയർപോർട്ടാണ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്ന് പറയും വേൾഡിൽ സൂര്യൻ. അപ്പൊ എന്താണ് സൺലൈറ്റ് ആണ്. യെസ്, ഇനി സൺലൈറ്റിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. വെൻ സൺലൈറ്റ് ഫോൾ ഓൺ സോളാർ സെൽ ഇൻ ദ സോളാർ പാനൽ ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ്. എന്താണ് സൗരോർജ പാനലിലുള്ള സൗരോർജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. യെസ്, ഇനി പ്രത്യേകതകൾ പറഞ്ഞുതരാം. ഓക്കെ, പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ ഒന്നുമല്ല, ജസ്റ്റ് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ സൂര്യൻ ഉള്ളിടത്തോളം കാലം നമുക്ക് എന്ത് കിട്ടും? സോളാർ എനർജി കിട്ടില്ലേ? എനർജി ഫ്രം ദ സൺ കിട്ടില്ലേ? സൂര്യൻ ഉള്ളിടത്തോളം കാലം. യെസ്, അപ്പൊ ഇത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ വീണ്ടും ഉപയോഗിക്കുന്ന എനർജിനെ നമുക്ക് എന്ത് വിളിക്കും സാർ? യെസ്, അതാണ് റിന്യൂവബിൾ എനർജി. പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. കണ്ട, എനർജി സോഴ്സസ് ലൈക്ക് സൺലൈറ്റ് ആൻഡ് വിൻഡ്. അതുണ്ട് കേട്ടോ, വിൻഡ്. ഞാൻ ആ വിൻഡ് ഈ കണ്ടിന്യൂഷൻ ആയിട്ട് പറയുമ്പോ നമുക്ക് വിൻഡ് പറയാൻ പറ്റില്ലല്ലോ. വിൻഡ്, വെള്ളം തീർന്നു പോവും, ഒരു പരിധി കഴിഞ്ഞാൽ വെള്ളം തീർന്നു പോകും. അപ്പൊ അതുകൊണ്ട് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ എന്താണ് നമ്മളുടെ സൂര്യൻ ചേട്ടനെ ഉപയോഗിച്ചുകൊണ്ടുള്ള വൈദ്യുതിയും അതേപോലെ കാറ്റിനെ ഉപയോഗിച്ചുള്ള വൈദ്യുതി, ഇത് രണ്ടും എന്താണ്? ഇവ രണ്ടും ഉള്ളിടത്തോളം കാലം നമുക്ക് ഇത് രണ്ടും കിട്ടും. അപ്പൊ എനർജി സോഴ്സസ് ലൈക്ക് സൺലൈറ്റ് ആൻഡ് വിൻഡ് ഡു നോട്ട് എക്സോസ്റ്റഡ് ഡ്യൂ ടു കൺസപ്ഷൻ. പരമാവധി എത്ര ഉപയോഗിച്ചാലും ഇതെന്താ പെട്ടെന്നൊന്നും തീർന്നു പോവില്ല. These are known as renewable energy sources. ഇതിന്റെ മെയിൻ പോയിന്റ് ആണ്, these energy sources do not cause air pollution. എയർ പൊല്യൂഷൻ ഉണ്ടാക്കില്ല. സൂര്യപ്രകാശം, കാറ്റ്, പിന്നെന്താണ് തിരമാല ഉണ്ട് കേട്ടോ. തിരമാല ഞാൻ പറഞ്ഞ തുടങ്ങിയവ ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോകുന്നവയല്ല. ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്ന് അറിയപ്പെടുന്നു. ഈ ഊർജ സ്രോതസ്സുകൾ വായു മലിനീകരണം ഉണ്ടാക്കുന്നില്ല. സോ ഇത് കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ നമ്മൾ ഇത്രയും നേരം ഫ്യൂവൽ എന്താന്ന് പഠിച്ചു. ഫ്യൂവല് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പഠിച്ചു? നോൺ റിന്യൂവബിൾ എനർജി എന്ന് പഠിച്ചു. യെസ്, പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ. അത് കഴിഞ്ഞ് എന്ത് പഠിച്ചു? ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പഠിച്ചു. ഹൈഡ്രോ കഴിഞ്ഞാൽ പിന്നെ എന്ത് പഠിച്ചു? വിൻഡ് പഠിച്ചു, സോളാർ പഠിച്ചു, അത് കഴിഞ്ഞ് റിന്യൂവബിൾ പഠിച്ചു. സോ ഈ 6 കാര്യങ്ങൾ നമ്മൾ എന്ത് പഠിച്ചു? 6 കാര്യങ്ങൾ കേട്ടോ. യെസ്, 6 കാര്യങ്ങൾ പഠിച്ചു. ആ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് വരാം. ഓക്കെ സാർ, നമുക്ക് കൊടുക്കാനുള്ള സമയമായോ? കുറച്ച് ടോപ്പിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടോപ്പിക് എന്താണ്? യെസ്, പുതുക്കാൻ കഴിയാത്ത എനർജി, നോൺ റിന്യൂവബിൾ എനർജി പഠിച്ചു. യെസ്, നോൺ റിന്യൂവബിൾ എനർജി പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ പല തരത്തിലുള്ള എനർജി. യെസ്, ഇതൊക്കെ നിന്ന് പോയാൽ എന്താണ്? അങ്ങനെയാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി, വിൻഡ്, സോളാർ, റിന്യൂവബിൾ. യെസ്, 5 സാധനങ്ങൾ. പിന്നെ ഫ്യൂവൽ എന്താന്ന് പഠിച്ചു. ഇതിനൊക്കെ എന്ത് വേണം? ഫ്യൂവൽ വേണം. ഫ്യൂവൽ എന്താന്ന് പഠിച്ചു. ഇപ്പൊ സോളാർ എനർജി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. സൺലൈറ്റ് വേണം. യെസ്, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇതിനെല്ലാത്തിനും അടിസ്ഥാനമായിട്ട് നമുക്ക് ഫ്യൂവൽ വേണം. ഫ്യൂവൽ ഉണ്ടെങ്കിൽ ഇതെല്ലാം വർക്ക് ചെയ്യുള്ളൂ. വിൻഡ് എനർജിക്ക് ഫ്യൂവൽ വിൻഡാണ്. വിൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ കാറ്റ് അവിടെ സാധനം അവിടെ കൊണ്ടുവച്ചാൽ കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയിരിക്കാം. ഇതാണല്ലേ എന്ന് പറയാനേ പറ്റുള്ളൂ, വർക്കാവില്ല. വിൻഡ് വേണം. അപ്പൊ അങ്ങനെ ഇതിനൊക്കെ സ്പെസിഫിക് ആയുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് അതിന്റെ ഓരോ ടോപ്പിക്കിനും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഇതിന്റെ ഈ 6 ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ന് കഴിയുന്നു അന്ന് നമ്മുടെ ക്ലാസ്സും കഴിയും. അപ്പൊ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലോട്ട് ജസ്റ്റ് ഒന്ന് പോവാം. ആൻഡ് ആദ്യത്തെ ടോപ്പിക്ക് നമ്മൾ പറഞ്ഞത് എന്താണ്? ഫ്യൂവൽസ് അഥവാ ഇന്ധനങ്ങളാണ്. അതില് ഫ്യൂവല്, ഇന്ധനങ്ങൾ. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് എന്ത് കിട്ടുന്ന പറഞ്ഞിരുന്നത്? ഭക്ഷണം കഴിച്ചാൽ എന്ത് കിട്ടും മക്കളെ? യെസ്, എന്ത് കിട്ടും? എവിടെ? മസിൽ കിട്ടുന്നു. ഭക്ഷണം കഴിച്ചാൽ മസിൽ കിട്ടില്ലേ? അങ്ങനെയൊക്കെ ആണെങ്കിൽ സാറ് മറ്റേ വാതില് മാറ്റിക്കേണ്ട വന്നേനെ.
അർണോൾഡ് മാറി നിൽക്കണം. യെസ്, ഭക്ഷണം കഴിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എനർജി എന്ന് പറഞ്ഞ സാധനം കിട്ടും. സാർ ആദ്യം പറഞ്ഞില്ലേ ഓട്ട മത്സരം എയും ബിയും തമ്മിലുള്ള ഓട്ട മത്സരത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? യെസ്, എനർജി കിട്ടും. യെസ്, എനർജി ആണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള. എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, എനർജി എന്ന് പറഞ്ഞാൽ the ability to do work is called energy. We cannot see energy. Okay, the ability to do work is called energy. Okay, ability to do work is called energy. അതാണ് ഡെഫിനേഷൻ. നമുക്ക് കാണില്ല. എനർജി എന്ന് പറഞ്ഞാൽ പ്രവൃത്തി കേട്ടോ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഓക്കെ ഊർജം. എനർജി അല്ല, പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വർക്ക്. അതാണ് പെട്ടെന്ന് തെറ്റിപ്പോയി. പ്രവൃത്തി, വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ജോലി എന്നല്ല മലയാളത്തിലെ പ്രവൃത്തി എന്ന് പറയും. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല. ഇറ്റ് എന്താണ്? മാനിഫെസ്റ്റ് ത്രൂ ഡിഫറെന്റ് ആക്ഷൻ. വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാക്കുന്നു. വിവിധ പ്രവർത്തനങ്ങളിലൂടെ. സോ നമുക്കറിയാം ഒരു കുട്ടി നല്ല എനർജറ്റിക് ആണെന്ന് നമ്മൾ പറഞ്ഞാൽ, ഒരു കുട്ടി നല്ല എനർജറ്റിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കറിയാം അല്ലേ? ചില പിള്ളേരൊക്കെ ഇല്ലേ, ചില പിള്ളേരുണ്ട് എന്താ വെച്ചാല് ഒരു മൂലയിൽ അവരെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞു കഴിഞ്ഞാല് അവർ ആ മൂലയിൽ മാത്രം നിൽക്കുള്ളൂ. അല്ലേ? ഇപ്പൊ നിങ്ങളിലുണ്ടാവും ചിലരൊരു ഒരു മൂലയിൽ കൊണ്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് പറഞ്ഞു ഇവിടെ ഇരുന്നോളട്ടാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞു പോയിട്ട് പിറ്റേ ദിവസം വന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ആ മൂലയിൽ തന്നെ ഇരിക്കും. ചിലവരുണ്ട് മോനെ ഇവിടെ ഇരിക്കിട്ടോ അല്ലെങ്കിൽ മോളെ ഇവിടെ ഇരിക്കിട്ടോ എന്ന് പറഞ്ഞ് പോകുമ്പോ ആദ്യത്തെ ഒരു 10 മിനിറ്റ് അവിടെ തന്നെ ഇരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോ അതിന്റെ അപ്പുറത്തേക്കും കൂടെ പോകും. വന്നില്ല എന്നുണ്ടെങ്കിൽ ആ എൻഡയർ ഇപ്പൊ നമ്മള് എന്താ പറയാ ഒരു വലിയൊരു എന്തെങ്കിലും ബിൽഡിങ്ങിന്റെ അകത്താക്കണെങ്കിൽ ആ മൊത്തം ബിൽഡിങ് അരിച്ചു പറക്കിയിട്ടുണ്ടാവും. ചില പിള്ളേര് പറയില്ലേ ഇരുത്തോടത്ത് ഇരുത്തില്ലാന്ന്. ഇരുത്തിയ നമ്മളെന്താ അവിടെ ഇരിക്കാതെ ബാക്കി എല്ലാ സ്ഥലങ്ങളും ഓടി നടന്ന് ഷോ നമുക്ക് ഭ്രാന്ത് വരുന്ന പറയില്ലേ? ആർക്കെങ്കിലും അങ്ങനെ അമ്മമാർക്ക് പണി കൊടുത്തിട്ടുണ്ടാ? എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ നിങ്ങളല്ലേ വിളിക്കേണ്ടത്, അമ്മമാരെ വിളിക്കേണ്ട. അമ്മമാര് പറഞ്ഞുതരും. ആരേലും അങ്ങനെ പണി കൊടുത്തിട്ടുണ്ട് അമ്മമാർക്ക്? എന്റെ പൊന്നേ ഇങ്ങനെ പറഞ്ഞു ഇതിന്റെ പിന്നാലെ ഓടി ഞാനിപ്പ മറ്റേ ഒളിമ്പിക്സിന് ഞാൻ ഈ ഓട്ടം ഓടണമെങ്കിൽ ഞാൻ ഗോൾഡ് മെഡൽ നേടിയെന്ന് ചില അമ്മമാര് പറയും. യെസ്, ആരെങ്കിലും പണി കൊടുത്തിട്ടുണ്ട് അങ്ങനെ? ഫറാസ് എന്താ? ഗുഡ് ഈവനിങ്. എന്താണ്? അതെന്താ 6 മണിയായപ്പോ വീടിനുള്ളിൽ കേറാൻ പറഞ്ഞു. സ്ഥിരം അതാകുമ്പോൾ സ്ഥിരം പരിപാടിയാണ്. കേറൂല. അത് കഴിഞ്ഞിട്ട് ബാക്കി പറ. ഓടിച്ച് 6 മണിക്ക് കേറാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കഥ പറയടാ. അപ്പൊ ഫുട്ബോൾ കളിക്കുമ്പോ ഉമ്മ വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ പിന്നെ തിരിച്ച് അങ്ങോട്ട് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഓടി. ഇപ്പൊ ഉമ്മ പിന്നാലെ ഓടി. ഓട്ടായിരുന്നു. എന്നിട്ട് ഉമ്മ മോനെ പിടിച്ചാ? ഞാൻ വീടിനുള്ളിൽ കയറിയപ്പോ അവസാനം എന്താ സ്ഥലത്ത് പെട്ട്. അപ്പൊ ഉമ്മ പിടിച്ചു. പെട്ടോണ്ട് പിടിച്ചു. അല്ലെങ്കിലും അതെങ്ങനെയുണ്ടോ? ട്രാപ്പാണ്. ട്രാപ്പിൽ പെടും. എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാ. എന്ന് വെച്ച് കഴിഞ്ഞാല് കളിക്കുന്നതിന്റെ ഇടയിൽ ആര് വന്ന് വിളിച്ചാലും നമ്മളറിയില്ല. എന്നിട്ട് വടി എടുത്തിട്ടായിരിക്കും വന്ന് നിൽക്കുക. അപ്പൊ ആദ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് കളിക്കുന്ന പറമ്പിന്റെ ഇപ്പൊ അമ്മ ഈ സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഓടി വീട്ടിൽ കയറും. വീട്ടിൽ കയറിയിട്ട് ഫസ്റ്റ് പണി റൂമിൽ കയറുന്നു, നേരെ തോർത്തുകൊണ്ട് എടുക്കുന്നു, ബാത്റൂമിൽ കയറുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് അമ്മ വരില്ലേ? ഓക്കെ, ഇത് കഴിഞ്ഞ് ശാന്തമാവുന്ന ഒരു ബാത്റൂമിലായിരിക്കും പിന്നെ നമ്മുടെ ഇത്. അത് കഴിഞ്ഞിട്ടായിരിക്കും എന്താ അപ്പോഴും നമ്മൾ അവിടെ എനർജി സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടായിരിക്കും പുറത്തിറങ്ങുക. പിന്നെ ഞാനൊരു 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നുണ്ട് ഞങ്ങളെ പറമ്പിന്റെ ഓർഡർ ഞങ്ങളെ ചെറുതായിട്ടൊന്ന് ചതിച്ചു. അന്ന് തൊട്ട് അമ്മേരെന്ന് ശരിക്കും വിവരം അറിയാൻ തുടങ്ങി. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറമ്പിന്റെ ഓർഡർ മൊത്തം പറമ്പിനെ കമ്പിവേലിട്ട് കെട്ടി. അപ്പൊ എന്താന്ന് വെച്ചാല് അമ്മ വരുന്ന വഴി കൂടെ ആയിരിക്കും നമുക്ക് തിരിച്ചു പോകാനും പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോ എന്താ അമ്മ വഴിയിൽ അവിടെ നിൽക്കും. അപ്പൊ നമുക്ക് അതിൽ കൂടെ തന്നെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ കിട്ടും. നമ്മൾ ട്രാപ്പായിപ്പോയി. എനിക്ക് ഇത് പറഞ്ഞപ്പോ ഓർമ്മ വന്നതാണ്. സോ എന്താണ് ആ ട്രാപ്പിനും നമുക്ക് ഓടി രക്ഷപ്പെടാൻ നമുക്ക് എന്ത് വേണം? എന്ത് സാധനം വേണം? എനർജി വേണം. ഇത് ആലോചിച്ചാൽ മതി. എനർജി വേണം. യെസ്, എനർജി നമുക്ക് എന്താണ്? കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷെ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് എനർജി വേണം. ഹീറ്റും ലൈറ്റ് ആർ ഫോംസ് ഓഫ് എനർജി ദാറ്റ് വി ക്യാൻ എക്സ്പീരിയൻസ്. നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന എന്താണ്? ഊർജ രൂപങ്ങളാണ് ചൂട്, താപം, പ്രകാശം. അല്ലേ?
അല്ലേ? തീരെടുത്ത് പോയിട്ട് നിന്നാൽ നമുക്ക് എന്ത് വരും? ചൂട് വരും. യെസ്. ആരെങ്കിലും തീരെടുത്ത് പോയിട്ട് നിന്നിട്ടുണ്ടോ? യെസ്, ഞാനൊക്കെ ഇഷ്ടം പോലെ നിന്നിട്ടുണ്ട്. അതിനെ വേറെ പേര് പറയും. തീരെടുത്ത് പോയിട്ട് നിന്നിട്ട് ഭയങ്കര ഡാൻസ് ഒക്കെ കളിക്കുന്നതിന് എന്ത് പേര് പറയും? തീരെടുത്ത് തീ ഇങ്ങനെ നമ്മള് മരൊക്കെ വെച്ച് തീ കത്തിച്ച് എന്നിട്ട് അതിന്റെ ചുറ്റും ഡാൻസ് കളിക്കും. യെസ്, അതിനെന്ത് പേര് പറയും? അമൽ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ക്യാമ്പ് ഫയർ. ഓ, ക്യാമ്പ് ഫയർ എന്ന് പറയും. യെസ്. അപ്പൊ ക്യാമ്പ് ഫയറിന്റെ നമ്മൾ എന്താണ് ക്യാമ്പ് ഫയറിന്റെ ഉള്ളിൽ നിന്നിട്ടുള്ള ഡാൻസ് കളിക്കുക അല്ല, ക്യാമ്പ് ഫയറിന് കുറച്ച് ദൂരം വിട്ടിട്ട്. അപ്പൊ ക്യാമ്പ് ഫയർ അതാണ് നമ്മുടെ എനർജി അല്ലെ? നല്ല തണുപ്പത്ത് നല്ലൊരു ക്യാമ്പ് ഫയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സുഖമായിരിക്കും. കാരണം എന്തായിരിക്കും? യെസ്, ആ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ചൂട് നമുക്ക് എന്താണ്, നമുക്ക് ആ ഇതിൽ നിന്ന് കിട്ടും. അപ്പൊ എന്ത് വരും? അതാണ് എനർജി. ആ ചൂടാണ് നമുക്ക് തരുന്ന എനർജി. അതേപോലെ തന്നെയല്ലേ നല്ല തണുപ്പത്ത് എന്താണ് ഈ നമുക്ക് വെയില് വരുമ്പോ വെയിലില് നിക്കാനായിട്ട് നല്ല തണുപ്പത്ത് നമുക്ക് എന്താ വെയില് വരുമ്പോ നമുക്ക് വെയിലത്ത് പോയി നിക്കാൻ ഭയങ്കര ഇഷ്ടല്ലേ? ആരെയൊക്കെ നിന്നിട്ടുണ്ടോ? സാറ് ഇന്നലെ സ്കൂളിൽ അങ്ങനെയായിരുന്നു. കാരണം എനിക്ക് നല്ല പനിയായിരുന്നു. അപ്പൊ സ്കൂളിൽ പോയിട്ട് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ സമയത്ത് ഞാൻ ആ വെയിലത്ത് പോയി നിൽക്കും. നല്ല രസമായിരുന്നു. പനിയായിരുന്നു. പനിയുള്ള സമയത്ത് ആ വെയിലത്ത് പോയി നിൽക്കാൻ നല്ല സുഖ. കാരണം എന്താണ്? ഉള്ളിൽ തണുപ്പും പുറത്ത് നല്ല ചൂടും. അതന്നെ, ആരും ഇമിറ്റേറ്റ് ഒന്നും ചെയ്യരുത്. പക്ഷെ നല്ല അനുഭവം പറഞ്ഞതാണ്. നല്ല എന്താണ്, ആരും പോയിട്ട് ചെയ്യാൻ നിക്കണ്ടെന്ന് പറയാൻ പ്രത്യേകം പറഞ്ഞു. പക്ഷെ പനിയുള്ള സമയത്ത് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. വേറെ ഒന്നുമല്ല, സ്കൂളിൽ ഫാൻ ഇടുമല്ലോ, ഫാൻ ഇടാൻ എനിക്ക് പറയാൻ പറ്റില്ല അവിടെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പുറത്തു പോയിട്ട് ഇങ്ങനെ നിൽക്കും. പിന്നെ നമുക്ക് എടുക്കാമല്ലോ. യെസ്, സ്കൂളിൽ പോകാൻ നല്ല രസമല്ലേ? അല്ലേ? യെസ്. ഞാനിങ്ങനെ സ്കൂളിന്റെ കഥ പറയുമ്പോ എൻ്റെ അടുത്ത് 6ാം ക്ലാസ്സിൽ ചോദിച്ചു ഞാൻ എത്രയല്ല പഠിക്കുന്നതെന്ന്. അല്ല, ഞാൻ +2 ആയിട്ടുള്ളൂ കേട്ടാ. എലിസ വിശ്വസിച്ചു. എലിസ, ഞാൻ +2 എന്നെ കണ്ട അത്രയല്ലേ തോന്നുന്നു. നോക്ക്, +2. സാറ് +2. ഞാൻ സ്കൂളിൽ പോവും. ഞാൻ ഇന്ന് സ്കൂളിൽ നിന്നാണ് വരുന്നത്. എനിക്ക് രാവിലെ സ്കൂളിൽ എത്തണം. സ്കൂളിൽ 9:30 എത്തണം. വൈകുന്നേരം 4:45 വരെ എനിക്ക് സ്കൂളിൽ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടേക്ക് വരുന്നത്. എനിക്ക് എല്ലാ ദിവസവും സ്കൂളുണ്ട്. അതെ, എനിക്ക് സീരിയസ് ആയിട്ടും ഞാൻ സ്കൂളിൽ പോകുന്ന കുട്ടിയാ. യെസ്. അപ്പൊ എന്താണ്? യെസ്. അപ്പൊ നമ്മളെ ഊർജം എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. എബിലിറ്റി ടു ഡു വർക്ക് ആണ് എനർജി എന്ന് പറയുന്നത്. വി കനോട്ട് സീ എനർജി. ഇറ്റ് മാനിഫെസ്റ്റ് ത്രൂ ഡിഫറെന്റ് ആക്ഷൻസ് ആണ്. ഹീറ്റ് ആൻഡ് ലൈറ്റ് ആർ ദ ഫോംസ് ഓഫ് എനർജി ദാറ്റ് വി ക്യാൻ എക്സ്പീരിയൻസ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല. വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാക്കുന്നു. ചൂട്, പ്രകാശം തുടങ്ങിയവയാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ രൂപങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ചൂടും ഇതാണ്. യെസ്. ഇനി എനർജി നമ്മുടെ വീട്ടിലുള്ള വേരിയസ് ഫോംസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. യെസ്. എനർജി യൂസ്ഡ് ഇൻ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്. യെസ്, ഒരു മിനിറ്റ് കേട്ടോ. യെസ്, ഇത് നമുക്ക് ചോദ്യമാണ്. യെസ്, ചോദിക്ക്. എനർജി ഈസ് യൂസ്ഡ് ഇൻ വേരിയസ് ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്. ഊർജം വിവിധ ഗൃഹ പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്നു. എന്തിനൊക്കെ ഊർജം ഉപയോഗിക്കും? അക്ഷിത, എന്തിനാ? അതെ, അവിടെ ചോദിക്ക്. അങ്ങനെ ചോദിക്ക്, ഇങ്ങനെ ചോദിച്ചിട്ട് എന്തേ? ഇല്ല, പറ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഊർജം എന്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കും വീട്ടില്? എനർജി ഫാൻ കറങ്ങാൻ. ഓഫ്, സത്യാണ്. എല്ലാതും പറയാൻ പറ്റില്ല. യെസ്. നമുക്ക് കാണാൻ അല്ല, നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജം ഏതൊക്കെയാ? നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന എനർജി ഏതൊക്കെയാ മോളെ? ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നില്ല കേട്ടാ. ചൂടും പിന്നെ തണുപ്പോ? തണുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റേത് പറഞ്ഞാല് തണുപ്പ് അങ്ങോട്ട് കയറ്റിക്കഴിഞ്ഞാൽ ഇതാക്കിട്ട് ഓടില്ലേ 2 റൗണ്ട്? ഇല്ലല്ലോ.
തണുപ്പ് വന്നാൽ നമ്മൾ എന്താ മൂടിപ്പോച്ച് കിടന്നുറങ്ങിയല്ലേ ചെയ്യുള്ളൂ. ചൂടുണ്ടെങ്കിലല്ലേ നമുക്ക് ഇത് കിട്ടുള്ളൂ. ചൂടും പിന്നെ എന്താണ് സൺലൈറ്റ് ഇട്ടാ മാർക്ക് ചെയ്യരുത്. ഓക്കെ, ലൈറ്റ്, സൺലൈറ്റും ചൂടും സമ്മതിച്ചു. അപ്പോ ചൂട് ഉപയോഗിക്കുന്നത് എന്തിനൊക്കെ നമ്മള് എന്താണ് ചൂട് ഉപയോഗിക്കുക? ചൂട് ഉപയോഗിക്കുന്നത് എവിടെയാ ചൂട് ഉപയോഗിക്കുക? തണുപ്പത്ത്. തണുപ്പത്ത്. തണുപ്പത്ത് ചൂടാവാൻ ചൂട് ഉപയോഗിക്കുന്നു. അല്ലാതെ തണുപ്പില്ലാത്ത കാലത്ത് നമ്മൾ ചൂടേ ഉപയോഗിക്കൂല. ഭക്ഷണം നിർമ്മിക്കാൻ. യെസ് സാറിട്ടെ. യെസ് യെസ് ഒന്നുകൂടെ. യെസ് യെസ് ഫോർ കുക്കിംഗ്, ഭക്ഷണം പാചകം ചെയ്യാൻ. യെസ്. ഇനി എവിടെയെങ്കിലും ചൂട് ഉപയോഗിക്കോ? അടുത്ത ആളെ വിളിച്ച സാർ ജുവലേ, ഇനി എവിടെയെങ്കിലും ചൂട് ഉപയോഗിക്കോ? ഗുഡ് ഈവനിങ്. യെസ് പറഞ്ഞോ. അത് സൺലൈറ്റ് കിട്ടുമ്പോ ചൂടെടുക്കില്ലേ? ചൂടെടുക്കും. അല്ല, അതെവിടെ ഉപയോഗിക്കുന്നു? സൺലൈറ്റ് ആയാലും എവിടെ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ മതി. ഞാനില്ല, ഞാനീ കളിക്കില്ല സാർ. യെസ്. അടുത്ത ആള് അലീന, എവിടെ ഉപയോഗിക്കും ചൂട്? വണ്ടി ഓടാൻ വേണ്ടിട്ട്. വണ്ടി ഓടാൻ അല്ല, വണ്ടി ഓടാൻ എനർജി. വണ്ടി ഓടാൻ വേണ്ടിട്ട്. അപ്പൊ വണ്ടിന്റെ അടിയിൽ തീയിട്ട കഴിഞ്ഞാൽ വണ്ടി ഓടില്ലേ? അല്ല, തീയല്ല, ഫ്യൂവൽ ഉണ്ടല്ലേ, ഫ്യൂവല്. എനർജി വരില്ലേ? ഞാൻ അതല്ല ഞാൻ ചോദിച്ചത്. ഓക്കെ, അത് ശരിയാണ്. ഞാൻ ചോദിച്ച ചോദ്യം ചൂട്, നമ്മുടെ ഹീറ്റ് ഉപയോഗിക്കുന്ന വീട്ടിൽ എവിടെ ഹീറ്റ് ഉപയോഗിക്കുന്ന ചോദിച്ചത്. ഒന്ന് കുക്കിംഗ്, ഭക്ഷണം പാചകം ചെയ്യാനായിട്ട്. പിന്നെ എവിടെ ഹീറ്റ് ഉപയോഗിക്കുക? ഇട്ടോ സാറേ? ഇത് കൊടുക്കാം. ബോയിലിംഗ് വാട്ടർ, വെള്ളം തിളപ്പിക്കാൻ. യെസ്. ഇനി സൂര്യപ്രകാശം നമ്മൾ എന്തിനാ യൂസ് ചെയ്യാ? അനാമിക സാരി എടുക്കാൻ പ്രാക്ടീസ് ചെയ്യാണോ? സൂര്യപ്രകാശം നമ്മൾ എന്തിനാ യൂസ് ചെയ്യാ വീട്ടില്? കൊടുത്തോ സാർ. വസ്ത്രങ്ങൾ ഉണക്കുന്നതിന്. പറ. ബേസിക് സയൻസ് 4ആണ്. നല്ല മാർക്ക്. 24 എ ഗ്രേഡ് തന്നെയല്ലേ? ഓക്കെ, നല്ല മാർക്ക്. എ ഗ്രേഡിന് എത്തിയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് കൂട്ടിക്കോളാട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ആ എ ഗ്രേഡിന്റെ ബ്രിമ്മിൽ നിൽക്കുന്നോണ്ടാ സാറ് പറഞ്ഞത്. ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് മാർക്കിന് മോശം എന്നല്ല സാറ് പറഞ്ഞ, അടിപൊളി മാർക്കാണ്. അതൊന്നും ഒരു വിഷയമൊന്നുമില്ല. പക്ഷെ ഒന്ന് ഇങ്ങോട്ട് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഗ്രേഡ് മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സാറ് പറഞ്ഞത് ഒന്ന് ഇച്ചിരി കൂട്ടിയാൽ മതി. 25-26 എത്തിക്കഴിഞ്ഞാൽ ആ എ ഗ്രേഡ് അങ്ങനെ തന്നെ നിലനിന്ന് പോവും. ഓക്കെ, അപ്പൊ അതിനൊരു കൺഗ്രാജുലേഷൻ. സോ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഇതിനൊന്നും അല്ല കേട്ടോ. വേറെ കുറെ കാര്യങ്ങൾ നമ്മൾ വെക്കും. ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. കുക്കിങ്ങിന് ഉപയോഗിക്കും ബോയിലിംഗ് വാട്ടർ, ഡ്രൈയിങ് ക്ലോത്ത്സ്. ഭക്ഷണം പാചകം ചെയ്യുന്നതിന്, വെള്ളം തിളപ്പിക്കുന്നതിന്, വസ്ത്രങ്ങൾ ഉണക്കുന്നതിന്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്താണ് നമ്മളുടെ എനർജി ഊർജം നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഊർജം നമ്മൾ യൂസ് ചെയ്യും. സോ എന്താണ് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാല്ലേ സാറേ? യെസ്. ഇത് ആരത്? ഓ, പേടിച്ചു പോയി. ഇരുട്ടത് ഗ്ലോയിങ് ഡ്രസ് ഇട്ടിരിക്കുക. യെസ്. അപ്പൊ എന്താണ് ഇത്രയും കാര്യങ്ങളാണ് ഞാനിന്ന് പഠിപ്പിച്ചത്. അപ്പൊ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ സാറ് ജസ്റ്റ് ഒന്നും കൂടെയും പറഞ്ഞു തരാം. ആദ്യം തന്നെ ഫ്യൂവൽസ് എന്താന്ന് പഠിപ്പിച്ചു. ഫ്യൂവൽസ് വെച്ചുകൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ എന്താണ് നോൺ റിന്യൂവബിൾ എനർജി പഠിച്ചു, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പഠിച്ചു, ഹൈഡ്രോ ഇലക്ട്രിസിറ്റിക്ക് ശേഷം വിൻഡ് ഇലക്ട്രിസിറ്റി പഠിച്ചു, വിൻഡ് ഇലക്ട്രിസിറ്റിക്ക് ശേഷം നമ്മൾ എന്താണ് എനർജി ഫ്രം സൺലൈറ്റ്, സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജം പഠിച്ചു. അത് കഴിഞ്ഞ് റിന്യൂവബിൾ എനർജി പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇത് കൂടാതെ എന്താണ് എനർജിയുടെ ഡെഫിനീഷൻ എന്താന്ന് പഠിച്ചു. ഡെഫിനീഷൻ കഴിഞ്ഞതിന് ശേഷം അതിന്റെ 2-3 പോയിന്റ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വീടുകളില് ഗൃഹങ്ങളില് എവിടെയാണ് എനർജി യൂസ് ചെയ്യുന്നത്, എന്തിനാണ് എനർജി യൂസ് ചെയ്യുന്നതെന്നും പഠിച്ചു. ഈ എനർജി എന്തിനാ യൂസ് ചെയ്യുന്നത് പഠിച്ചുള്ളൂ. ഇത് എവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഒരു 7 ടോപ്പിക് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. സോ 7 ടോപ്പിക് നന്നായി പഠിക്കാം. ആദ്യത്തെ ടോപ്പിക് നല്ലോണം സ്ട്രെസ് ചെയ്ത് പഠിക്കണം കേട്ടോ.
ഓക്കെ, ആദ്യത്തെ ടോപ്പിക് നല്ലോണം സ്ട്രെസ് ചെയ്ത് പഠിക്കണം. എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത് അവിടെ നിന്നായിരിക്കും. ഓക്കെ, സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ റീജോയിൻ ചെയ്യേണ്ടതാണ് കേട്ടോ, റീജോയിൻ ചെയ്യുക. സോ എൻ്റെ എല്ലാ മക്കൾക്കും ടാറ്റാ, until we see again, it's me Arjun sir signing off. Tata.